ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി വായിക്കുമ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്, ഒരു റെയിൽവേ സ്റ്റേഷനിൽ മണിയടിക്കുന്ന ആ ഒരു എന്തു പറയും, ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ജോലിക്കാരൻ ട്രെയിൻ പുറപ്പെടാൻ നേരത്ത് അല്ലെങ്കിൽ മണിയടിക്കുന്ന സമയത്തിൽ ഒരു 20 കമ്പാർട്ട്മെൻറ്റുള്ളതായൊരു ട്രെയിൻ, അതിൽ 10ാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ നേരെയാണ് ബെല്ലടിക്കുന്നതെങ്കിൽ കുറേ ദൂരത്തിൽ ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിന് ചില സെക്കൻഡുകൾ അല്ലെങ്കിൽ മൈന്യൂട്ട് സെക്കൻഡുകൾ കഴിഞ്ഞ് അവർക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ബെല്ലടിച്ച സമയം തെറ്റായിട്ട് വരുന്നില്ല. ഇങ്ങോട്ട് നോക്കുമ്പോഴും ദൂരത്തിലേക്ക് പോകുന്നതോറും ആ ടൈമിങ്ങിന് വ്യത്യാസം വരും. ഇതുപോലെ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ നിഷ്പക്ഷതയുടെ മനസ്സ്, അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, നമുക്ക് യഹൂദൻ്റെ പക്ഷമോ അല്ലെങ്കിൽ പാലസ്തീൻ്റെ പക്ഷമോ ഇസ്രായേലിൻ്റെ പക്ഷമോ അല്ല നിൽക്കേണ്ടല്ലേ, ഹമാസിൻ്റെയോ. നമ്മൾ നിഷ്പക്ഷമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സത്യം മനസ്സിലാകുകയുള്ളൂ. എന്നാൽ ഇന്ന് പലരും കൈകാര്യം ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഒരു ചേരിയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെന്നാലും ശരി, മത നേതാക്കന്മാരായാലും അവർ ആ ചേരിയിൽ നിന്നുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കപ്പെടുകയും സത്യങ്ങളെ പിൻപറ്റാതിരിക്കുകയും വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ചേരുവ് തിരിവും ഉണ്ടാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും ഒരു സത്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഭൂമി ഒരു സത്യം, സൂര്യനൊരു സത്യം, മനുഷ്യനൊരു സത്യം. അപ്പോൾ ഈ യഥാർത്ഥ സത്യങ്ങളെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു വലിയ ദാഹം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ആദാം മുതൽ നോഹ വരെ ഒരു 10 തലമുറയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാം അധ്യായം വരെ നോഹയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതാണ് ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രാധാന്യമേറിയൊരു തെളിവ്. എന്നാൽ അതിനു മുമ്പ് വർഷങ്ങളുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. അനാദിയും ആദിയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ നോഹയുടെ കാലത്തിന് ശേഷം ദൈവം പിന്നീട് അബ്രഹാമിലേക്ക് വരികയാണ്. അപ്പോൾ ആദാം മുതൽ നോഹ വരെ 10-ാം തലമുറയും നോഹ മുതൽ അബ്രഹാം വരെ അടുത്ത 10-ാം തലമുറയും നമുക്ക് കാണാൻ കഴിയുന്നു. ഈ അബ്രഹാമിൻ്റെ 1ാമത്തെ മകനാണ് ഇസ്മായേൽ. അപ്പോൾ ഈ സന്തതി എവിടെയാണ് വസിക്കുന്നത്? നോക്കണം, 16-11 വായിച്ചേ, 17-20 വായിച്ചേ. ഇസ്മായേലിനെ കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി തീർക്കും. അപ്പോൾ ഇസ്മായേൽ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അവനിൽ നിന്ന് 12 പ്രഭുക്കന്മാർ, ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 12-ഉം 21-ാം അധ്യായം നമുക്ക് എടുക്കാം. 25-ന്റെ 12 വായിച്ച്, അവനിൽ നിന്ന് 12 പ്രഭുക്കന്മാരുണ്ടാകുമെന്നാണ്. സാധാരണക്കാരല്ല, പ്രഭുക്കന്മാർ. വായിക്കാം. അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായേലിന്റെ വംശപാരമ്പര്യം അവരുടെ വംശപാരമ്പര്യ വലിപ്രകാരം പേരുപേരായി ഇസ്മായേലിന്റെ പുത്രന്മാരുടെ പേരുകളാവിത്. ഇസ്മായേലിന്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അബ്ദയേൽ, മിസ്പോം, മിസ്മ, ദൂമ. മതി. ഇവരെ 12 പ്രഭുക്കന്മാരായിട്ട് നമ്മൾ കാണുകയായിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ഇതൊരു തലമുറയാണ്. ഇവരെല്ലാം വസിക്കുന്നത് ഈ പറഞ്ഞ ഇസ്രായേലും പാലസ്തീൻ എന്ന് പറയുന്നത് ഉൾപ്പെട്ടതായ ആ പ്രദേശങ്ങളോട് ചേർത്താണ് ഇതെല്ലാം വസിച്ചു വരുന്നത്. പിന്നീടാണ് സ്പ്രെഡാകാൻ തുടങ്ങിയത്. അപ്പോൾ അത് മാത്രമേ 21-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ 21-ന്റെ 21 വായിച്ചേ. ഈ ഇസ്മായേലിൻ്റെ ഭാര്യ ഹാഗാർ മിസ്രൈമിൽ നിന്നാണ്, ഈജിപ്തിൽ നിന്നാണ് എടുക്കുന്നത്. വായിക്കാം. അവൻ്റെ അമ്മ മിസ്രൈം ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നോക്കുക, മിസ്രൈം ഈജിപ്തും ആയിട്ടൊരു ബന്ധത്തിലേക്ക് വരിക ചെയ്യുന്നു. അപ്പോൾ ഈജിപ്തിൽ നിന്ന് ഇസ്മായേലിനൊരു ഭാര്യയെ എടുക്കുന്നു. അവൻ താമസിച്ച സ്ഥലം പാറാൻ മരുഭൂമി. 21-ന്റെ 20 വായിച്ചേ. 21-ാം അധ്യായം 20-ാം വാക്യത്തിൽ, ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. മരുഭൂമിയിൽ, പാറാൻ മരുഭൂമിയിലാണ് അവൻ പാർത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മരുഭൂമിയിലെ ജീവിതം നമുക്കറിയാം എത്രയോ കഠിനമായിരിക്കും. അതിനെല്ലാം സർവൈവ് ചെയ്ത് ജീവിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായൊരു, തന്നെയല്ല ഇസ്മായേലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവനൊരു ഓപ്പോസിറ്റ് ചിന്താഗതിക്കാരനാണ്. ഇപ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്ന പോലെ അവൻ്റെ ബർത്ത് റേറ്റിൽ തന്നെ അവനിത് കാണാൻ കഴിയും. ഇതാണ് ഇസ്മായേലിൻ്റെ ചരിത്രം. അപ്പോൾ അവൻ്റെ ഭാര്യ ഈജിപ്തുകാരി ആയതുകൊണ്ട് ഈ ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ഇസ്മായേലിന് ഒരു വലിയ ബന്ധമുണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്നത് ഖെത്തുറ എന്ന് പറയുന്ന 25-ന്റെ 2-ാം വാക്യം വായിച്ച്, ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 2. അബ്രഹാം
സാറ മരിച്ചതിന് ശേഷം രണ്ടാമതിരുത്തിയ ഭാര്യയായി സ്വീകരിച്ചു. അവളുടെ പേരാണ് കെത്തുറ. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കെതുറ എന്ന് പേർ. കെതുറ. താഴോട്ട് വായിക്കുമ്പോൾ 5 or 6 മക്കളുണ്ട്. വായിച്ചു. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെ ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. പിന്നെ താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. നോക്കണം, കിഴക്ക് ദേശത്തേക്ക് അയച്ചെന്നാണ്. അപ്പോൾ ഈ കെത്തുറായുടെ മക്കൾ കിഴക്കോട്ടാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഇസ്രായേലിൻ്റെ കിഴക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യ, അതിനോട് ചേർന്ന ബഹ്റൈൻ, ഇങ്ങനെ കുറേ രാജ്യങ്ങളാണ്. അപ്പോൾ സൗദി അറേബ്യയുടെ സന്തതികളിൽ കെത്തുറായുടെ മക്കളാണ്. അതിൽ ചിലരുടെ പേര് പറയുന്നുണ്ടല്ലോ, വായിച്ച് അവരുടെ മക്കളുടെ പേര്. അവൾ സിമ്രാൻ, യക്ലാൻ. സിമ്രാൻ. നോക്കണം, ഈ പേര് അറബികൾക്കുമുണ്ട് മുസ്ലിങ്ങൾക്കുമുണ്ട്. സിമ്രാൻ ആദ്യത്തെ മകനാണ്. പിന്നെ യക്ലാൻ, മെദാൻ, മിദ്യാൻ, ഇസ്ബാക്ക്, ശൂവക് എന്നിവരെ പ്രസവിച്ചു. നോക്കട്ടെ, എന്നിവരെ പ്രസവിച്ചു. അവരുടെ അടുത്ത തലമുറ വരുമ്പോൾ ഷേബയും ദേദാദൻ. വായിക്കാം. സിമ്രിയുടെ മകനാണെന്നല്ലേ വായിച്ചു. ഇമ്രാൻ്റെ മക്കൾ ആണോ ഷേബയും ദേദാനും. താഴോട്ട് വായിച്ചു 3-ാം വാക്യം വായിച്ചു. ഷെബയും ദേദാനും. നമുക്കറിയാം, 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് വരുമ്പോൾ ഈ ഷെബയും ദേദാനും ഇസ്രായേലിൻ്റെ പക്ഷമായിട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതെന്നെഴുതിയതാണ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു ഇതാണ്. അപ്പോൾ 38-ാം അധ്യായം, എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി വടക്ക് നിന്ന് റഷ്യ ഉൾപ്പെടെയുള്ളതായ രാജ്യങ്ങൾ ഇന്ന് ഉക്രൈൻ പിടിക്കാൻ കാരണം എന്തിനാണ്? ഇപ്പോൾ ഉക്രൈനോട് ഇവർ യുദ്ധം ചെയ്യുന്നതിനാണ്. ഇസ്രായേൽ വരും കാലത്തിൽ ആരുടെ കയ്യിലാകുന്നോ അവരാണ് മുഴുവൻ ലോകത്തെ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് റഷ്യ പ്ലാൻ ഇട്ടുകൊണ്ട് ഇസ്രായേലിലേക്ക് ഇവരുടെ സൈന്യങ്ങളെ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉക്രൈൻ അവർക്ക് പിടിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഉക്രൈനിൽ അവരുടെ സന്തതികളെ താമസിച്ചതിന് ശേഷം അവിടെ നിന്ന് വേണം സിറിയയിലേക്ക് കയറാൻ. സിറിയയിൽ നിന്ന് വേണം ഈ വടക്കൻ ദേശത്ത് നിന്ന് അറ്റാക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വടക്ക് പ്രദേശങ്ങളുള്ളതായ റഷ്യ മുതലിങ്ങോട്ട് വരുന്ന ഈ രാജ്യം, അതാണിപ്പോൾ ഉക്രൈൻ്റെ യുദ്ധം. അല്ലെങ്കിൽ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ഉക്രൈനെ റഷ്യ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന കാരണം തന്നെ ഇതാണ്. അപ്പോൾ ഈ അറ്റാക്ക്, അല്ലെങ്കിൽ ആര് യെരുശലേമിൽ വസിക്കുന്നോ, യെരുശലേമിലേക്ക് ആര് പ്രവേശിക്കുന്നോ അവരാണ് ഇനി മുഴുവൻ ലോകം ഭരിക്കാൻ പോകുന്നൊരു അഭിപ്രായം അവർക്കുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ചൈന, നോക്കണം, സിൽക്ക് ഹൈവേ, നമ്മളിപ്പോൾ നമ്മുടെ ബോർഡറിലെ ഭയങ്കര ഹൈവേ വരികയാണ്. ഹൈവേയുടെ കാലമല്ലേ. അപ്പോൾ ആ ഹൈവേയുടെ ഉദ്ദേശം തന്നെ അതിനാണ്. അപ്പോൾ ചൈന ഇന്ത്യയിൽ കൂടെ പ്രവേശിച്ച് ഇന്ത്യയിലും ചൈനയായിട്ടൊരു അടി നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിന് അല്ലെങ്കിൽ അതിനോട് ശേഷം ഒരു എഗ്രിമെൻറ്റോട് കൂടി കിഴക്കൻ സൈന്യങ്ങൾ, കിഴക്കൻ രാജ്യങ്ങൾ, ഇവർ ഈ പറഞ്ഞ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, വെളിപ്പാട് നമ്മൾ കാണുന്നുണ്ട് 16-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദിയിൽ ഇവർ വരുമ്പോൾ നദി വറ്റിപ്പോകും. അങ്ങനെ അവർ യൂഫ്രട്ടീസും കഴിഞ്ഞ് കിഴക്കൻ രാജ്യങ്ങളുടെ സൈന്യം, ഒരു സൈന്യമുണ്ടാകും. ഈ റഷ്യയുടെ കൂട്ടൊരു സൈന്യമുണ്ടാകും. പാശ്ചാത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയും മറ്റും സൈലൻ്റായി പോകും. അവർ നിഷ്പക്ഷമായി നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. അതൊക്കെ പിന്നീട് പഠിക്കേണ്ട ഒരു വിഷയങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ശെബയും ദേദാനും ഇവർക്കെതിരായി സംസാരിക്കുന്നുണ്ട്. വായിച്ച വാക്യം 38. ശെബയും ദേദാനും തർശീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്. നോക്കണം, ശെബയും ദേദാനും. ഇത് സൗദി അറേബ്യ ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക ആളുകൾ തന്നെ സൗദിയോട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് കാന്തപുരം അബൂബക്കർ, കാന്തപുരത്തിന് എതിരായിട്ട് ഇസ്ലാമിസ്റ്റുകൾ തന്നെ കുറേ പേര് എഴുന്നേറ്റ് സംസാരിക്കുന്നത് കേട്ടു. അതിലൊരു ഹിന്ദു സന്യാസി പറഞ്ഞില്ല, അതിൽ 2 കിഴിക്കായി ഇവിടെ വരുമ്പോൾ മോദിയുടെ പക്ഷം ചേരും, അവിടെ ചെല്ലും പാലസ്തീൻ. എന്താണ് ഈ സുന്നികൾ? സുന്നികൾ പൊതുവെ മിതവാദികളാണ്. അപ്പോൾ സുന്നികൾ അവരുടെ തലമുറ നോക്കുമ്പോൾ ഈ ഖേത്തുറായുടെ സന്തതികളിലാണ് കൂടുതലും സുന്നികളായിട്ട് വരുന്നത്. മറ്റൊരാണ് ഷിയ മുസ്ലിം. ഇതെല്ലാം മിങ്കിളിങ് ഒരുപാടുണ്ടെങ്കിലും ഈ സുന്നികൾ പൊതുവേ മിതവാദികളാണെന്നുള്ളതിൻ്റെ കാരണമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ വചനം ശെബയും ദേദാനും. വായിച്ചേ. ശെബയും ദേദാനും തർശീസ് വർത്തകന്മാരും തർശീസ് വർത്തകന്മാർ. തർശീസ് എന്ന് പറയുന്നത് ഏതാ? അന്ന് യൂറോപ്പിൽ നിന്നൊക്കെ പിരിഞ്ഞു പോയതാണ്. അതിലൊരു ഭാഗമാണ് ഇംഗ്ലണ്ടുകാർ. അതിന്നും തുർക്കിയുടെ ഭാഗത്തൊക്കെ അതുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പറഞ്ഞ ഇംഗ്ലീഷുകാർ, ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വെറും ബാർബേറിയൻ മനുഷ്യരായിരുന്നു. പിന്നെ ആംഗ്ലോ സാക്സിൻ്റെ കാലത്തിന് ശേഷമാണ് ഇംഗ്ലീഷ് പരിഷ്കരിക്കുകയും
പിന്നീട് ഇംഗ്ലീഷ് സാമ്രാജ്യമൊക്കെ ഉണ്ടായത് ആ കാലങ്ങളാണ്. സാംസ്കാരികം വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ഇംഗ്ലീഷുകാരും ആ സംസ്കാര ശൂന്യരായിരുന്ന അവസ്ഥയിൽ നിന്ന് ആംഗ്ലോ സാക്സൺ ഇംഗ്ലീഷ് പരിഷ്കരിച്ച് ഇങ്ങനെ കാലഘട്ടങ്ങൾ കൊണ്ടാണ് അവരും മുന്നോട്ട് വന്നത്. അപ്പോൾ ഇവരെല്ലാം ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യും, നിങ്ങൾ കൊള്ളയിടാൻ വരുന്നതല്ലോ. അപ്പോൾ നമുക്കിവിടെ വിഷയം ശെബയും ദേദാനുമാണ്. അപ്പോൾ ഈ ശെബയും ദേദാൻ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ഈ സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന രാജ്യങ്ങളെയാണ് നമുക്ക് കാണുന്നത്. കുവൈറ്റും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. എന്നാൽ നമുക്കറിയാം 2020 വരെയും ഇസ്രായേലും മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം തമ്മിൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവർ ഏബ്രഹാം അക്കോർഡ്, അതായത് അബ്രഹാമിയ നിയമം, ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് സൗദിയും മറ്റു ചില രാജ്യങ്ങളും ചേർന്ന്, അതായത് UAE ചേർന്നിട്ട് എന്ത് ചെയ്തു, ഇസ്രായേലുമായിട്ടൊരു പുതിയ ബന്ധമുണ്ടാക്കി 2020. ആ ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റായി, എംബസയായി, യാത്രയായി, വ്യാപാര കരാറിൽ ഒപ്പിട്ടു. അതാണ് ഖത്തർ അതിന് ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു, ഇറാനും ഖത്തറും. ആ കാരണം എന്താ, ഇറാനും ഖത്തറും ഒക്കെയും ഈ പറഞ്ഞ പോലെ കുറേ എതിർപ്പുകൾ പ്രകടിപ്പിച്ചതിൻ്റെ കാരണം ഇന്ന് നമുക്കറിയാം ഹമാസും അല്ലെങ്കിൽ ഹിസ്ബുള്ള പോലുള്ളതായ തീവ്രവാദ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാനും ഈ ഖത്തറും ഒക്കെയാണ്. അതിപ്പോൾ പ്രത്യക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ നിഷ്പക്ഷത പാലിക്കുമ്പോൾ ഈ പറഞ്ഞ ഇറാനും ഖത്തറും വളരെ ശക്തമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൗദിയിൽ അബ്രഹാമിൻ്റെ ഈ പറഞ്ഞ ഖേത്തുറായുടെ സന്തതികൾ ആയിരിക്കുന്നതിനാൽ അവർക്ക് ഇസ്രായേലിനുള്ള പ്രശ്നങ്ങളില്ലാത്തൊരു സ്റ്റേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാജ്യങ്ങൾ 3 ചേരിയായി തിരിയാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ പറഞ്ഞ ഖേത്തുറായുടെ മക്കൾ അവരാണ്. അപ്പോൾ സൗദി അറേബ്യയാണ് മെയിനായിട്ട്. ആ അറേബ്യൻ രാജ്യങ്ങളിൽ അബ്രഹാമിൻ്റെ രണ്ടാമത്തെ ഇതിലായ അല്ലെങ്കിൽ മൂന്നാമത് എടുത്തതായ ഖെത്തുറായിൽ നിന്ന് ജനിച്ച സന്തതികളാണ്. അപ്പോൾ ഇസ്മായേൽ കണ്ടു, ഖെത്തുറ കണ്ടു. ഇനി ആരാ? ഏശാവ് എന്ന് പറയുന്നൊരു സന്തതിയുണ്ട്. അതാണ് മോനാണ് യാക്കോബിൻ്റെ മകൻ. നമുക്കറിയാം യേശാവും ഇസ്ഹാക്കിൻ്റെ മകൻ. ഇസ്ഹാക്കിൻ്റെ മകനായ ഏശാവും യാക്കോബും ഗർഭത്തിൽ തന്നെ യുദ്ധം തുടങ്ങി, ഇല്ലയോ? റബേക്ക പോയി ദൈവത്തോട് ചോദിച്ചു പറഞ്ഞു, അത് 2 വംശമാണ്. നോക്കണം, ഒരേ രക്തത്തിൽ പിറന്ന 2 വംശങ്ങൾ. ഇന്നുണ്ടല്ലോ കുടുംബങ്ങൾ അടിയില്ലേ? കുടുംബങ്ങൾ അടിയുണ്ട്, സഭകളിലുണ്ട്. ഇത് ക്രിസ്തീയ സഭകൾ തമ്മിൽ അടിയില്ലേ? പെന്തിക്കോസുകാർ തമ്മിലില്ല ഉപദേശത്തിൽ വിഷയം ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ പോലെ ബർത്തിൻ്റെയും കുഴപ്പമുണ്ട്, മാനുഫാക്ചറിങ് ഡിഫക്റ്റും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ വളരുന്ന സമയത്തിൽ 2 വംശമായിട്ട് വരികയാണ്. അപ്പോൾ ഏശാവ്, ഇനി ഏശാവിൻ്റെ പാർട്ടി ആരാന്ന് നോക്കാം. ഏശാവിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ 26-ാം അധ്യായം 34-ാം വാക്യം വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 26:34 ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഗൂദത്തിനെയും ഹിത്യനായ ഏലോന്റെ മകൾ ബസമത്തിനെയും ഭാര്യമാരായി കഴിക്കുന്ന സമയത്തിൽ എന്ത് ചെയ്തു? മാതാപിതാക്കന്മാരുടെ താല്പര്യത്തിനല്ല, സ്വന്തം ഇഷ്ടത്തിൽ പോയി ആരെ സ്വീകരിച്ചു? ഹിത്യാ സ്ത്രീകൾ. ഹിത്യ എന്ന് പറഞ്ഞാൽ കനാന്യ വംശത്തിൽപ്പെട്ട പ്രമാണമില്ലാതെ ജീവിക്കുന്ന, അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ശരിയായ ഒരു ഭക്തിയുള്ള കുടുംബങ്ങളൊക്കെ ജനിക്കുന്ന മാതാപിതാക്കന്മാരത് ക്രിസ്ത്യാനികളായാലും ക്രൈസ്തവരായിരുന്നാലും ശരി, പെന്തിക്കോസുകാരായാലും അവർ വിവാഹം കഴിക്കുമ്പോൾ ചേരുമ്പടി ചേരുക എന്ന് പറയും. സംസ്കാരം, ആത്മീയത ഇതെല്ലാം നോക്കി കഴിച്ചില്ലെങ്കിൽ പല കുഴപ്പങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഹിത്യാ സ്ത്രീകൾ വന്ന ആ കുടുംബത്തെ അലോഹ്യമായി ഇവർ ചേരത്തില്ല. ഇവർ തമ്മിൽ എപ്പോഴും ബഹളം ഉണ്ടാക്കിയ ഒരു പ്രമാണമില്ലാത്ത ഒരു ജനതകളാണ്. അതിന്ന് നമ്മൾ കാണുന്നില്ല. നമ്മുടെയൊക്കെ അയലോക്കത്താണെങ്കിലും ശരി, ഈ പലരും താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, അവർക്ക് പ്രമാണമില്ലാത്ത ചുമ്മാ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതെന്തിനാണ് പറയുന്നത്? പെന്തിക്കോസിനെ എടുത്താൽ മതിയല്ലോ. എൻ്റെ ആലയം പറ സകല ജാതികൾക്കുമുള്ള. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഓരോ ക്രിസ്തീയ ഗ്രൂപ്പിനും ഓരോ വിഭാഗം, കത്തോലിക്കരായിട്ടിരിക്കുന്ന യാക്കോബുകാരങ്ങനെ, CSC അങ്ങനെ, അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങളും, ഈഴവരെ, നായരെ, മേനോൻ, ഇങ്ങനെ. പക്ഷേ പെന്തിക്കോസ് വരുമ്പോൾ സകല ജാതികളും. യേശു പറയുന്നത് കടലിലെറിഞ്ഞ് വലയോട് സദൃശ്യം. അത് വലിച്ചപ്പോൾ ഒരു കൂട്ടം മീനാണ്, എല്ലാവിധ മീനും പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് പെന്തിക്കോസ്റ്റിൽ പലപ്പോഴും ഇത് ഒന്നാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മനുഷ്യരെ കൊണ്ട് സാധിക്കുകയെ. നമ്മുടെ ഫെയ്ത്തോമിലാന്നാലും ശരി, നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ജാതി വിഭാഗത്തു നിന്നുള്ള മനുഷ്യരാത്തുണ്ട്. കാക്ക കുളിച്ചാൽ കൊക്കാവെന്ന് ചോദിക്കും, ഇല്ലയോ? കുളിച്ചാൽ കൊക്കാകത്തില്ല, പക്ഷേ ആത്മാവിനാൽ അതിനെ കൊക്കാക്കി മാറ്റാം. വിശുദ്ധരും. അതാണ്
റോമാലേഖനം 15 വാക്യം വായിച്ച്, ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിച്ച് വായിക്കാം. അപ്പം എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ. അതുകൊണ്ടാണ് പെന്തിക്കോസിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് അത്ഭുതമല്ല. കാരണം എന്താ? മറ്റ് വിഭാഗങ്ങളെ പോലെയല്ല. മറ്റു വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാ ജാതി മതസ്ഥരിൽ നിന്നും വന്നു കയറുന്നൊരു സമൂഹമാണ് നമ്മുടെ പെന്തിക്കോസുകാരെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് രക്ഷിക്കപ്പെട്ട് വരുന്നവരുണ്ട്, രോഗസൗഖ്യം പ്രാപിച്ചു വരുന്നവരുണ്ട്, പിശാച് പിടിച്ചു വരുന്നവരുണ്ട്. ഇങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവിധത്തിനും എഴുതിത്തള്ളിയ കൂട്ടരാണ് പെന്തിക്കോസ് വന്നുകൊണ്ടിരുന്നത്. ഒന്നുകിൽ രോഗസൗഖ്യമായവർ, പിശാച് പിടിച്ചവർ, കുഷ്ഠരോഗികൾ സൗഖ്യമായവർ. ഇപ്പോൾ പാസ്റ്റർ പോൾ ആദ്യമായിട്ട് തൻ്റെ പ്രവർത്തനം പെന്തിക്കോസ് മിഷനിൽ ആരംഭിക്കുമ്പോൾ തൻ്റെ മക്കളെയും ഭാര്യയും വിളിച്ച് വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ കണ്ടു. ആദാം, അയാളുടെ പേര് ആദാം എന്നാണ്. ആ ആദാമിനെ സൗഖ്യമാക്കി താൻ കൂടെ നടത്തി. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് ഇങ്ങനെയുള്ളതായ മനുഷ്യരാണ് ദൈവരാജ്യത്തിൽ ആദ്യം പിൻപറ്റിയത്. അതുകൊണ്ടാണ് ഇന്നും പെന്തിക്കോസിലായാലും നമ്മുടെ വിശ്വാസ ഭവനങ്ങളിലൊക്കെ അനേകവിധ ജാതികൾ മതസ്ഥരായിട്ടുള്ള ആളുകൾ വന്നു കയറി വെള്ളം എടുത്തുകൊണ്ടൊന്നും കാര്യമാകുന്നില്ല. രക്ഷിക്കപ്പെട്ടവരുണ്ട്, രക്ഷിക്കപ്പെട്ടവരുടെ സന്തതികളുണ്ട്. അതായത് ദൈവത്തെ കണ്ടുവരുന്നവരുണ്ട്, പിന്നെ കണ്ടവരെ കണ്ടുവരുന്നവരുണ്ട്, അവരെ കേട്ടുവരുന്നവരുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ. അതുകൊണ്ട് പെന്തിക്കോസ് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിലൊരു ഗ്രൂപ്പ് മാത്രമേ ശരിയായ വിശുദ്ധീകരണം പ്രാപിച്ച് സ്വർഗത്തിൽ പോകുന്നുള്ളൂ. സുവിശേഷ വിലയ്ക്കും ചിലപ്പോൾ വിളിയുള്ളവർ വരും, പക്ഷെ വരുന്നതുകൊണ്ട് ബേസിക്കിന് മാറുന്നില്ലല്ലോ. ബേസിക്കെന്ന് ഞാൻ പറഞ്ഞ രണ്ട് കാര്യമാണ്. ഇപ്പോൾ ദാവീദ് വലിയ രാജസ്ഥാനത്തിരുന്ന് ഭയങ്കര രാജാവായിട്ട് വാഴുമ്പോഴും പെട്ടെന്ന് അവൻ വേണ്ടാത്ത ചെയ്തു. വേറൊരു ഭാര്യയെ സ്വീകരിക്കുകയും അത് നിമിത്തം അവനെ കൊന്നുകളയുകയും ചെയ്തു. ദൈവം ശക്തിയായിട്ട് ഇടപെട്ടു. ദാവീദിനോട് പോലും ദൈവം ഒരു കാരണം കാണിച്ചില്ല, ശക്തമായിട്ട് ഇടപെട്ടു കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ഇടപെടുന്നതിന് മുമ്പേ നോക്കണം, ഈ അന്യായം ചെയ്തിട്ട് ഈ നാഥാൻ പ്രവാചകൻ വന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഇതിനെ വെളിപ്പെടുത്താൻ പോയപ്പോൾ അവൻ പെട്ടെന്ന് വിധിയും കൽപ്പിച്ചു. എന്താ വിധി? അതാര് ചെയ്താലും അന്യായം, അത് സത്യമാണ്. പക്ഷെ താനാണെന്നുള്ള ബോധം ഇത് പലപ്പോഴും നമുക്കും ഉണ്ടാകും. നമ്മുടെ അകത്തൊരു പിശാച് കയറിയിരുന്നാൽ സ്വയത്തിൻ്റെയോ ദ്രവ്യാഗ്രഹത്തിൻ്റെയോ ജഡത്തിൻ്റെയോ ആ സ്പിരിറ്റ് കയറിയാൽ, ഞാൻ ഈ പിശാച് എന്ന് പറഞ്ഞ സ്പിരിറ്റ് ആകട്ടോ, ഉത്തേജനം ചെയ്യുന്ന ആ ആത്മാവ്. ഇപ്പം മദ്യപാനം, നമ്മൾ പലരും മദ്യപിക്കത്തില്ല, തലയിലൊഴിച്ചാൽ പോലും അകത്താക്കത്തില്ല. കാരണം എന്താ? അതിന്മേൽ നമുക്കൊരു ജയമുണ്ട്, അതിനെ ഓവർകം ചെയ്യാവുന്നൊരു സ്പിരിറ്റുണ്ട്. എന്നാൽ എല്ലാവറ്റിന്മേലും എല്ലാത്തിനും ജയം കിട്ടുന്നുമില്ല. അത് ചിലപ്പോൾ സാവകാശം ചില സമയം കൊണ്ടൊക്കെ ചിലർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ആത്മാവ് അവരിൽ വാണു. ഈ അശുദ്ധാത്മാക്കളെല്ലാം വാഴുന്നത് കൊണ്ട് എന്താ സംഭവിച്ചത്? അതിന്മേൽ ജയം കിട്ടാതെ വരുന്നു. അപ്പോൾ നാം പെന്തിക്കോസ് വന്നാലും നമ്മളിൽ വ്യാപരിക്കുന്ന ചില സ്പിരിറ്റുകളുണ്ട്. ആ സ്പിരിറ്റുകളെ നമ്മൾ ഓവർകം ചെയ്യണം. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവശ്യം. മറ്റൊന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണ പ്രവർത്തനം. ആത്മാവ് നമ്മളെ കീഴ്പ്പെടുത്തി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പരിശുദ്ധാത്മാവിഷം പ്രാപിച്ച് ഈ ശക്തി ഇങ്ങനെ തുള്ളിയൊക്കെ ചെയ്തില്ലേ, കൊലുകിലാത്തൊക്കെ അന്യഭാഷ പറയത്തില്ലേ? ഇതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. ഒരു ഭാഗം പരിശുദ്ധാത്മാ അന്യഭാഷയിലും സമാധാന സന്തോഷമാണെങ്കിലും ഈ ആത്മാവ് നമ്മളെ കീഴ്പ്പെടുത്തുക. ഇതാ പരിശുദ്ധാത്മാവ് നമ്മളെ കീഴ്പ്പെടുത്തുകയാണ്. ശരീരത്തെയും ജഡത്തെയും കീഴ്പ്പെടുത്തി എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഫൈറ്റിങ്സ് ഉണ്ടാകുന്നത്, ഈ പോരാട്ടം ഉണ്ടാകുകയാണ്. അത് ആത്മീയത എന്ന് പറഞ്ഞാൽ രണ്ട് വശമുണ്ട്. ഒന്ന്, ആത്മാവിൽ സംസാരിക്കുന്ന അന്യഭാഷയോടൊപ്പം തന്നെ ഈ നമ്മൾ കാണിക്കുന്ന ചില വികൃതികൾ എന്ന് പറയുന്നത് ഈ ജഡവും ആത്മാവും തമ്മിൽ പോരാട്ടമാണ്. അപ്പോൾ ആത്മാവ് ജഡത്തെ കീഴ്പ്പെടുത്താൻ, അപ്പോൾ അത് വിചാരിക്കുക അത് ആത്മനിറവിൻ്റെ കൂടുതലാണെന്ന് വിചാരിക്കരുത്. ആത്മനിറവിൻ്റെ കൂടുതൽ വരുമ്പോൾ സമാധാനം സന്തോഷമൊക്കെ പ്രാപിക്കാൻ കഴിയും. മറ്റത് വൈരാഗ്യം, പ്രാർത്ഥിച്ചും കൊണ്ട് എഴുന്നേൽക്കുന്നവരോട് എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ അവിടെ പൊട്ടിത്തെറിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അവർ ഈ ആത്മനിർവ്വഹം ചെയ്തത് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നില്ല, അവരും എതിർക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവരിങ്ങോട്ട് എതിർക്കുകയായിരുന്നു. അങ്ങനെ എതിർക്കുന്ന അപ്പോൾ ആൾക്കാർ എന്നാ ചാട്ടമായിരുന്നു ഇന്ന്, ഹോളിൽ കിടന്ന് എന്നാ ചാട്ടം, എന്തോ ഒരു ആത്മനിർവ്വഹം, എന്നാ ശബ്ദം, എന്നാ അന്യഭാഷ. ഇത് നാട്ടുകാരെ ശല്യപ്പെടുത്താന്നുള്ളേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മറുവശം നമ്മളെ കീഴ്പ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഭയങ്കര പ്രാർത്ഥനാക്കാരാണ് ആത്മീയര എന്ന് പറയുമ്പോൾ തന്നെ അവരിങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ നീ കളനാടാ, നീ കൊള്ളത്തിലെന്ന് പറഞ്ഞാൽ ഉടനെ അവർക്ക് ദേഷ്യം വരും, ഭയങ്കര ദേഷ്യം വരും. ഇല്ലെങ്കിൽ അവരെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് വൈരാഗ്യം കൂടും. അങ്ങനെ വേലക്കാരും വിശ്വാസം കൂടുതൽ വിചാരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഇതുവരെ നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ശക്തിയാൽ നമ്മൾ കീഴ്പ്പെടുത്തിയെടുക്കണം.
അപ്പോൾ ഏശാവും യാക്കോബും രണ്ട് അനുഭവങ്ങളാണെങ്കിലും ഏശാവിന് ബർത്ത് റൈറ്റിൽ തന്നെ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് ഞാൻ പാപത്തിൽ. ഇപ്പം നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് ആ മനുഷ്യൻ നീയാന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവൻ ചാടിക്കയറി പറഞ്ഞു കഴിഞ്ഞു, അതാരായിരുന്നാലും കാണിച്ചത് അന്യായം, അതുകൊണ്ട് 4 മടങ്ങ് അവൻ കൊടുക്കണം. രാജാവല്ലേ കൽപ്പിച്ചേ, ഇനി നടക്കാതിരിക്കാൻ പോകും. ഇത് താനാണെന്ന് അറിയുന്നത്. ഇതാണ് നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം. നമ്മൾ ആത്മനിറ കൊണ്ട് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ നമ്മളിൽ വേറെ സ്പിരിറ്റ് കയറി വ്യാപിച്ചിരിക്കുകയാണ്. ദാവീദ് അത്രയും ഭക്തനാണ്. അപ്പോൾ നമ്മൾ ചില ചെയ്യുന്ന തെറ്റുകൾ ശരിക്കും ഏറ്റുപറഞ്ഞ് ക്ലിയർ ചെയ്ത് നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ അതിൽ നിന്നൊരു സ്പിരിറ്റ് നമ്മൾ ഫോം ചെയ്യും, ആത്മീയർക്ക് പോലും. അത് പാസ്റ്റർമാരായാലും വിശ്വാസികളായാലും അങ്ങനെയാണ് സ്വയം വരുന്നത്. പിന്നെ അവരെ തൊടാനൊക്കത്തില്ല, അവരെ തിരുത്താനൊക്കത്തില്ല. പിന്നെ അവർ വലിയ ആത്മപ്രകടനമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയൊക്കെ പോകുന്നല്ലാതെ ഇവരുടെ ബേസിക്കലി ആദായങ്ങളും ലാഭത്തിനും വേണ്ടി അവർ പോകും. എന്ത് ലാഭം? ഒന്നുകിൽ ജഡമോഹികളായിട്ട് പോകും. അപ്പോൾ അവരവിടെ പോയാൽ നമുക്ക് തങ്ങൾക്ക് പറ്റിയ ജഡമോഹത്തിന് പറ്റിയ ആളുകളുണ്ടോ? അല്ല ദ്രവ്യാഗ്രഹം. ഞങ്ങളെപ്പോലെ പ്രസംഗിക്കുമ്പോഴും ജനങ്ങൾ ആത്മീയരായി തീരണമെന്നുള്ളതല്ല, പകരം അവരിൽ നമുക്കെന്തെങ്കിലും അടിച്ചെടുക്കാവോ, ഇല്ലെങ്കിൽ കാണിക്ക് കൂടുതൽ കിട്ടാൻ നോക്കുമോ? ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഈ പെന്തിക്കോസ് ലോകത്തെ പലരും വിമർശിക്കുന്നത്. അത് സത്യമാണ്. ഭയങ്കര ഉണർവ്, ഈ കൂട്ടത്തിൽ ഭയങ്കര ഉണർവും കാണിക്കും. കാരണം 2 സ്പിരിറ്റാണ്. ഇവരെ കീഴ്പ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ശ്രമിക്കുമ്പോൾ ഇവൻ വിട്ടുകൊടുക്കാതെ അതിനെതിരായിട്ട് നടത്തുന്ന പ്രകടനങ്ങൾ ആൾക്കാർ വിചാരിക്കുന്നത് ഓ ഭയങ്കര ഉണർവാണ്. അതിനുശേഷം അതിൻ്റെ റിസൾട്ട്, ആത്മാവിൻ്റെ ഫലം നോക്കണം. ആത്മാവിൻ്റെ ഫലം. ഇവൻ പ്രാർത്ഥന കഴിയുമ്പോൾ പൈസയ്ക്ക് വേണ്ടി കൂടുതൽ പ്രചോദനം കൊടുക്കുന്നോ, അല്ലെങ്കിൽ ചില വിധവകളുടെ വീടുകളെ വിഴുങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റു ചില സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ, ഇങ്ങനെയുള്ള സ്പിരിറ്റുകളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവ ഈ കാണിക്കുന്ന പ്രകടനങ്ങൾ പരിശുദ്ധാത്മാവിന് ഇതിന് കീഴ്പ്പെട്ടിട്ടില്ല. പിന്നെയും പരിശുദ്ധാത്മാവ് ഈ ജഡത്തെ, അതാണ് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഈ ആത്മാവിനെ പകരുന്ന സമയത്തിൽ ഈ ജഡം പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഏത് വിധേനയും അല്ലേ ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്ന 1 കൊരിന്ത്യർ 10:4 വായിക്കുമ്പോൾ ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരങ്ങളെയും ക്രിസ്തുവിൻ്റെ വായിച്ച വാക്യം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പൊ ഇതാണ് കോട്ടകളെ ഇടിപ്പാൻ. ഇതാണ് പലപ്പോഴും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ചിലർ വന്ന് രാത്രിയിലോ അല്ലെങ്കിൽ പാതിരാത്രിക്കോ അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തോ അല്ലെങ്കിൽ പകലോ ആരാധിക്കോ ഒക്കെ പറഞ്ഞ് കടന്ന് ചുള്ളുകയും വേണം ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ കീഴ്പ്പെടുത്താൻ നോക്കും. പക്ഷേ നമ്മളിരിക്കുന്ന സാത്താൻ നമ്മളെ തൻ്റെ പക്ഷത്തേക്ക്, ഈ പോരാട്ടമാണ്. അത് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ശാന്തമാകുന്നില്ലേ? കുറേ കഴിയുമ്പോൾ ശാന്തമാകും. പിന്നെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെപ്പോലെ പ്രാകൃതന്മാർക്ക് ഈ സ്വർഗീയ വെളിച്ചം കിട്ടുമ്പോൾ അത് കണ്ട് തുള്ളിച്ചാടുന്നവരുണ്ട്. പിന്നെ ഇതെല്ലാം പക്വതയാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ വചനപരിജ്ഞാനത്തിലും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും വരുമ്പോഴാണ് ഇത് പക്വപ്പെട്ടു. അതുകൊണ്ട് പെന്തിക്കോസുകാരെ കാണിക്കുന്ന എല്ലാത്തുള്ളവരും ശരിയാണെന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരിക്കലും ഒരു ഉണർവ് മീറ്റിങ്ങിന് ഇങ്ങനെ പാസ്റ്റർ PM തോമസ് നടത്തുന്ന മീറ്റിങ്ങാണ്. 2 സുവിശേഷ വേലക്കാരാണ്. 2 പേരും 2 വിഭാഗത്തിൽ നിന്ന് വന്നവരുമാണ്. ഇവർക്ക് 2 പാർട്ടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ വെള്ള ഡ്രസ്സിട്ട് വേലക്കാരായെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കിടന്ന്, ഈ ചക്കിനകത്ത് കിടന്ന് പരുവപ്പെടണം. ഇസ്രായേലിനെ പരുവപ്പെടുത്താൻ 40 വർഷം എടുത്തു. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇതിനകത്ത് ചിലപ്പം ഇപ്പം 40 വർഷമായിട്ട് ഞാനിതുവരെയും പൂർണ്ണപ്പെട്ടില്ല. അതാണ് ഇപ്പോൾ 45-ാമത്തെ വർഷമാണ്. അപ്പോൾ ഇസ്രായേലിന് 40 വർഷം കൊണ്ട് കാര്യം തീർന്നു. ഇപ്പോൾ ചെറിയാങ്കുഞ്ഞിനെ ഇപ്പോഴും 45-ാമത്തെ വർഷത്തിലാണ് പടുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വേണ്ട നമ്മുടെ പുണ്യപ്രവൃത്തിയോട് ദീർഘായുസ് സഞ്ചരിക്കുകയാണ്. ചില എക്സെപ്ഷൻ കേസുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നീട്ടും. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന റേഞ്ച് നമ്മൾ എത്താൻ സമയമായിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. ഇവിടെ നിങ്ങളുടെ സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി ഏത് വിചാരങ്ങളെയും പിടിച്ചടക്കുന്നു. അപ്പോൾ ഈ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഉണർവ് യോഗത്തിൽ പാസ്റ്റർ PM തോമസ് നടത്തുന്നത് 2 സുവിശേഷ വേലക്കാരാണ്. ഒരാളാണെങ്കിൽ ഇങ്ങനെ ഈ സ്കൈങ് ഈ പറഞ്ഞ പോലെ ഈ മഞ്ഞിനകത്തൂടെ സ്കൈൻ ചെയ്യുന്ന പോലെ നല്ല സ്ലിപ്പ് ചെയ്തങ്ങ് പോവുകയാണ്. അതൊരു അത്ഭുതമല്ലേ? ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ നല്ല സ്ലിപ്പിംഗ് പോലെ അവിടെ പോകും. ആ കോർണറിൽ ഭയങ്കര അഭിഷേകവും ഉണർവുമാണ്. എനിക്ക് മനസ്സിലായി. എൻ്റെ അന്ന് ഈ വിവേകത്തിൻ്റെ ആത്മാവുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് ശരിയായ ഒരു ആത്മാവല്ല. അപ്പോൾ വേറൊരുത്തരും ഇവിടെ ഈ കോട്ടയം സെൻറ്റർ കിടന്ന കാര്യമാട്ടോ, വേറൊരുത്തരും ഇവിടെ ഭയങ്കര ഉണർവ്. ഈ ഉണർവ് കൂടി വന്നപ്പോഴേ ഒരുത്തൻ്റെ നഖം വേറൊരുത്തൻ്റെ ശരീരത്തിലേക്ക് കൊണ്ട് ബ്ലഡ് വന്നു. ഈ ബ്ലഡ് കാണുകയും ഈ സ്കൈൻ ചെയ്ത മനുഷ്യൻ, പുള്ളി ഒരു വിഗ്രഹാരാധനയിലും ഈ മന്ത്രവാദമൊക്കെ ഉള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. പുള്ളിക്ക് പെട്ടെന്ന് വേറൊരു ആത്മാവ് കയറി ചാടി വെളിയിലിറങ്ങി ഈ മനുഷ്യനെ വെല്ലുവിളിക്കുക. നോക്കണം. അപ്പോൾ ഞാനും വേറെ ബ്രദറിനോട് മാറി നിന്നെല്ലാം കാണുക.
അപ്പോൾ ഈ പെന്തിക്കോസിന് ഉണർവെന്ന് പറഞ്ഞാലും വേലക്കാർ ഉണർവെന്ന് പറഞ്ഞാലും പക്വപ്പെടാത്തത്തോളം കാലം ഈ സ്പിരിറ്റ് നമ്മൾ പോരാടും. അങ്ങനെ തന്നെയല്ല മരിക്കുന്നവരുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പൂർണ്ണപ്പെടാതെ തന്നെ മരിക്കുന്ന വേലക്കാരുണ്ട്, വിശ്വാസികളുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ വിവേചനത്തിൻ്റെ ആത്മാവ് വേണം. അപ്പോൾ ഈ ബഹളം വയ്ക്കുന്ന ഉണർവ് കാണിച്ചിട്ട് പോയി വ്യഭിചാരഭാവത്തിൽ വീഴും. ഉണർവ് കൂടി കഴിയുമ്പോൾ ശരീരം ചൂടാൻ, പിന്നെ പോയി തെറ്റായ പാവത്തിൽ പോയി വീഴും. അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ ശരീരം ഇതുവരെയും പക്വപ്പെടും എന്ന് വെച്ചുകൊണ്ട് അവരെല്ലാം നശിക്കുന്നുള്ളതല്ല, പിന്നെ പോയി പരീക്ഷകൾ കൂടെ പോകും അല്ലേ. ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ ഭയങ്കര ന്യായവിധി, ഭയങ്കര ഷുഗർ, ഇല്ലാത്ത കഷ്ടങ്ങൾ, ഇങ്ങനെ കൊടുത്ത് ഇതിനെ മര്യാദ പഠിപ്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ. ഇത് തന്നെയല്ലേ ഇസ്രായേലിനെയും അവർ പ്രമാണം വിട്ട് പോകുമ്പോൾ ദൈവം അവരെ അന്യജാതിക്ക് അല്ലെങ്കിൽ അന്യവിഭാഗത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇസ്രായേൽ ഇപ്പോൾ, അപ്പോൾ ഏശാവിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു ജാതിയാണ്, മറ്റൊരു ജനതയാണ്. ജാതി എന്ന് പറയേണ്ട മറ്റൊരു ജനത. വായിച്ചേ, ഹിത്യ സ്ത്രീകൾ നിമിത്തം ആ കുടുംബത്തിൽ കലഹമായി. ഇപ്പം പല വിഭാഗത്തിൽ നിന്ന് വരുന്ന മനുഷ്യർ പല സ്വഭാവങ്ങളാണ്. പല കുടുംബത്തിൽ നിന്ന് വരുന്നവർ, അത് കുടുംബങ്ങളിൽ കലഹമില്ലേ. നല്ല സഹോദരങ്ങൾ ഒന്നായിരിക്കുന്ന കുടുംബത്തിൽ ചില പെണ്ണുങ്ങൾ കയറി വരുമ്പോൾ തമ്മിൽ അടിയായി ബഹളമായി പിരിക്കലുണ്ടാകും. ഇതുതന്നെയാണ് സഭയിലും. അപ്പോൾ സഭയെന്ന് പറഞ്ഞാൽ, പെന്തിക്കോസ് സഭയെന്ന് പറഞ്ഞാൽ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം കൂടെ പൂർണ്ണരാന്നല്ല. ചിലപ്പോൾ വെള്ള ഡ്രസ്സായിരിക്കാം, പക്ഷേ പല വിഭാഗത്തിൽ നിന്നവരാണ്. ഇവർ യേശുവിനെ സ്വീകരിച്ചുകൊണ്ടോ അന്യഭാഷ പറഞ്ഞുകൊണ്ടോ ആകുന്നില്ല. ഇസ്രായേലിൽ 40 വർഷം നടത്തിയ പോലെ പല പരീക്ഷകൾ കൂടെ കഷ്ടങ്ങൾക്കും നടത്തി ഇവരുടെ സ്വഭാവങ്ങൾ മാറും. ഞങ്ങളുടെ ആ സ്വഭാവങ്ങളെ മാറ്റി ആക്കി തീർക്കാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കും, ചിലപ്പോൾ നേരത്തെ ചിലർക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് പെന്തിക്കോസ് വരുന്നതെല്ലാം പുണ്യാളന്മാരാണെന്ന് വിചാരിക്കരുത്. പെന്തിക്കോസിലുള്ളവരും അതെങ്ങനെ അറിയാം? കർത്താവിൻ്റെ വരവിൽ ബഹുഭൂരിപക്ഷവും കൈവിടപ്പെട്ടു പോകും. കാരണം അവർക്ക് പൂർണ്ണതയിൽ എത്താനൊക്കില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഈ സ്പിരിറ്റുകളൊക്കെ ഉണ്ട് ഏശാവിൻ്റെയും. പിന്നെ വായിച്ചു ഇതോട്ട് വായിക്കാം. ഇവർ ഇസഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസന മനോവ്യസനായിത്തീർന്നു. അവർ സുവിശേഷ വേലക്കാരും വെള്ള ഡ്രസ്സ് ധരിച്ചു, വേലയ്ക്കെടുത്ത് മൂപ്പനായി, പാസ്റ്ററായി, അല്ലെങ്കിൽ മൂപ്പത്തിയായി, പാട്ടുകാരിയായി, മറ്റേക്കാരിയായി, പിന്നെ പല കാര്യങ്ങളായാൽ തന്നെ ഇവരുടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതാണ് ദാവീദ് സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ദാവീദ് ആ പോസ്റ്റിൽ ഇരിക്കുമ്പോഴാണ് വേർത്തിൻ്റെ ഭാര്യയെ ആകർഷിച്ചു. അവളും മോശക്കാരിയല്ലായിരുന്നു. കാരണം സക്കറിയാപ്പൻ പറയുന്ന പോലെ, സക്കറിയാപ്പൻ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ചെറിയാഴ്ച ഇവളെന്തിന് ദാവീദിൻ്റെ കൺമുമ്പിൽ ഒന്ന് കുളിക്കാൻ പോയത്? അപ്പോൾ അവർക്കറിയാം ദാവീദ് ഇച്ചിരി ബലഹീനയാണ്, തന്നെ പോലെ ഒരു സ്ത്രീയെ കണ്ട് അവൻ ആകർഷണം വരും, അതുകൊണ്ടല്ല അവൻ്റെ കൺമുമ്പിൽ പോയി കുളിച്ചെന്നാണ് സക്കറിയാപ്പൻ പറയുന്നത്. നമ്മുടെ മരിച്ചു പോയത് ശരിയല്ലേ? അപ്പോൾ അവൾ മോശക്കാരിയല്ല. വഴി ഒഴുക്കി കൊടുത്തിട്ട് പുണ്യാളത്തിമാരാകുന്ന ഒരുപാടുണ്ട് കേട്ടോ, സൂക്ഷിച്ചോണം. എല്ലാത്തിനും ഏടാകൂടങ്ങൾക്കും വഴി ഒരുക്കി കൊടുത്തതിന് ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പുണ്യാളത്തിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ദാവീദ് എന്ത് ചെയ്തു? ഇതിനെ മറയ്ക്കാൻ, അതുകൊണ്ടാണ് ലംഘനങ്ങളെ മറയ്ക്കുന്നവന് അപ്പോഴേ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ട് അതിന് പരിഹാരം വരുത്തിയാൽ മതിയായിരുന്നു. പക്ഷേ അവനെന്ത് ചെയ്തു? വീണുപോയി. അപ്പോൾ അവിടെ ഭർത്താവിനെ കൊന്നു. അതാ ദൈവത്തിന് സഹിക്കാൻ വയ്യാതെ. ആ പാവപ്പെട്ടവൻ അവൻ്റെ സേനാമുഖത്ത് നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ വിളിച്ച് വീട്ടിൽ പറഞ്ഞു പോയിട്ട് അവൻ പറഞ്ഞു, ഞാൻ യുദ്ധമുഖത്താണ്, ഭാര്യയോട് ഞാൻ ബന്ധപ്പെടേണ്ട സമയമല്ല, യുദ്ധമുഖത്ത് നിൽക്കുകയാണ്. അപ്പോൾ നോക്കട്ടെ, യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു ആക്ഷരികമായ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സോൾജിയർ പോലും പറയുന്നു, എന്താ, ഞാൻ എൻ്റെ ദൗത്യം പൂർത്തീകരിക്കാതെ വീട്ടിൽ പോകത്തില്ല. എത്രയോ നല്ല വിശ്വസ്തനായൊരു മനുഷ്യൻ, അവനെയല്ലേ ദാവീദ് കൊന്നു കളഞ്ഞത്. അതാ ദൈവത്തിന് സഹിക്കാൻ വയ്യാതെ. മറ്റത് പിന്നെ ക്ഷമിച്ചേനെ, പക്ഷേ ഇത് ക്ഷമിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം നാഥാനെ പറഞ്ഞു വിട്ടത്. അപ്പോഴും പുള്ളി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്പിരിറ്റ് കയറി ഇരിക്കുകയാണ്. ഈ സ്പിരിറ്റ് ഇറങ്ങുന്നില്ല. ആ സ്പിരിറ്റ് ഇറങ്ങാത്തപ്പോൾ തന്നെ എന്ത് ചെയ്തു? മറ്റുള്ളവരെ ന്യായം വിധിക്കാൻ ഇവർക്ക് ഭയങ്കര. നിങ്ങൾ ചോദിച്ചോണം, വേലക്കാരോ വിശ്വാസം ശ്രദ്ധിച്ചോണം, മറ്റുള്ളവരുടെ മേൽ കൈ ചൂണ്ടുകയും ന്യായം വിധിക്കാൻ പോകുന്നവർ വിചാരിച്ചു ഇവരുടെ അകത്ത് വല്ലാത്ത കുഴപ്പമാണ്. അത് ഞാനായാലും നിങ്ങളായാലും. അല്ലെങ്കിൽ എന്തു ചെയ്യും? നമ്മുടെ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മൾ പറയും, ദൈവമേ ക്ഷമിക്കണേ, നല്ലൊരു വേലക്കാരൻ, നല്ലൊരു വിശ്വാസി, അവർ പെട്ടുപോലെ കർത്താവേ എന്ന് പോയി മുട്ടുകൊത്തും. അവനെ ക്രൂശിക്കണം, ഇവനെ സഭയെ കയറ്റല്ലേ, ഇവനെ മുടക്കണം, ഇവൾ അപ്പടി ഇപ്പടി എന്ന് പറയുന്ന ആത്മാവ് നിന്നിലുണ്ടെങ്കിൽ നീ നമ്പർ 1. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. ഏതാ 3 കാര്യം? ഒന്നുകിൽ ദ്രവ്യാഗ്രഹം, ജഡം, സ്വയം. അതുകൊണ്ടാണ് അവൾ ശരിയല്ല, ഇവള് ശരിയല്ല, അവൻ ശരിയല്ല. പിന്നെ നീയോ? ഇതെവിടുന്ന് ആത്മാവാ? ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. എന്ത് പറയും? അയ്യോ പാവം, ദൈവമേ നല്ലൊരു വിളി പ്രാപിച്ചു വന്നാ, അവരോട് ദോഷത്തിലകപ്പെടല്ലേ, നീ സൂക്ഷിച്ചോണം എന്നല്ലേ പ്രാർത്ഥിക്കത്തുള്ളൂ. അങ്ങനെയല്ലേ ആത്മീയർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിശ്വാസ വീട്ടിലായാലും വിശ്വാസികളിടയിൽ ഈ കൈ ചൂണ്ടുകയും മറ്റുള്ളവരെ ന്യായം വിധിക്കാൻ പോകുന്നവൻ പക്കാ പിശാചിൻ്റെ കയ്യിലാണെന്ന് വിചാരിച്ചോണം. അല്ലെങ്കിൽ പൂർണ്ണപ്പെട്ടിട്ടില്ല, പകുതിയായിട്ട് കിടക്കുകയാണ്. ഇതാണ് എൻ്റെ സത്യം. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് എനിക്കുണ്ടല്ലോ,
അതുകൊണ്ട് ചേർത്തായി പറയുന്നത്. പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രത്തോളമെങ്കിലും ആക്കി ഇനിയൊരു അല്പം കൊണ്ടുണ്ട് അതുകൂടെ ഉടച്ച് റെഡിയാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനും പണ്ട് പ്രാർത്ഥിക്കുന്നത് എന്നാന്ന് കർത്താവേ, ഇവരെ അറിയാമല്ലോ, എന്നെ ലോകത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടെന്ന് ഇവനെ അറിയാം, അതുകൊണ്ട് ഒരു ദാക്ഷിണ്യം കാണിക്കരുത്. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് നേരത്തെ. ഇവൻ്റെ കയ്യും കാലും തല്ലി ഒടിച്ചാലും സാരമില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് കർത്താവേ, എൻ്റെ കയ്യും കാലും തല്ലി ഒടിച്ചാൽ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം എന്നൊക്കെ ഞാൻ ആരംഭമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ നമുക്കറിയാം തമ്പുരാനൊന്നും ചെയ്യത്തില്ല, അല്ലാതെ എത്രയോ പണി അറിയാം. ഇപ്പം നമ്മൾ ചങ്കുടച്ചിട്ടിരിക്കുക, അതുകൊണ്ടൊക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ നമ്മളൊക്കെ ആരാ മോശക്കാരാണ്? അപ്പോൾ ഓരോത്തിനെ പിടിക്കേണ്ടടുത്ത് പിടിച്ച് ഒതുക്കി ദൈവം തമ്പുരാൻ യുദ്ധത്തോളം നടത്തുന്നു. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചോണം. അപ്പോൾ ദാവീദ് ഉടനെ വിധി കൽപ്പിക്കുക. എടാ, നിൻ്റെ മക്കൾക്ക് ദോഷം വരുന്നെങ്കിൽ നീ എന്നായും അപ്പം ക്ഷമിക്കേ, അവന് അബദ്ധം പറ്റും. അന്യൻ്റെ അവനെ വിടരുത്. അവൻ ശരിയല്ല, അവൻ എന്ത് ചെയ്യണം? മുടക്കണം, സഭ കേട്ടല്ലേ. നിന്നെ എപ്പോഴേ പറഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞു. അതാ ദാവീദിൻ്റെ ആത്മാവ്. ദാവീദ് ഉടനെ നാഥാം പ്രവചനം പറഞ്ഞു, അത് അന്യായം കൊണ്ട് 4 മടങ്ങ് മടക്കിയുണ്ട്. ആ വാക്യം എടുത്തെങ്കിൽ പെട്ടെന്ന് വായിക്കാം. 12:5 2 ശമൂവേൽ 12:5 വായിക്കാം. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. ദാവീദിന്റെ കുറ്റം, ദാവീദ് ചെയ്ത കുറ്റം ദാവീദിനോട് പറയാൻ ചെന്ന നാഥാം പ്രവാചകനോട് പറയുകയാണ്. അവന് കോപം ജ്വലിച്ചു. നോക്കണം, അപ്പോൾ കോപം ജ്വലിക്കുന്ന എവിടുന്നാണ്? ഈ എതിർശക്തിയും കോപം വരുമ്പോൾ വിചാരിച്ചോണം, പ്രാർത്ഥനക്കാരായതുകൊണ്ട് കാര്യമൊന്നുമില്ല, പാട്ടുകാരായതുകൊണ്ട് കാര്യമില്ല, പ്രാസംഗികനായതുകൊണ്ട് അവൻ്റെ അകത്തേക്ക് ദുഷ്ടാത്മാവായി കോപം വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലയോ, ദൈവമേ ക്ഷമിക്കണേ കർത്താവേ, തെറ്റിപ്പോയി, ഇതേ വരത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ആത്മാവാണെങ്കിൽ ഈ പക്ഷപാതത്തിൻ്റെ ആത്മാവ് വരും. ഉടനെ അവന് കോപം ജ്വലിച്ചു. ആരോടാ? ഇങ്ങനെ ഒരു അന്യായം നിന്റെ ദേശത്ത് നടന്നിരിക്കുന്നു എന്ന് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഉടനെ ദാവീദിന്റെ കോപം ജ്വലിച്ചു. വായിക്കാം. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. ആവശ്യമുണ്ടോ? യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അത് കറക്റ്റ് വിധിയാ കേട്ടോ. തെറ്റവൻ ചെയ്തിട്ട് അവൻ തന്നെയല്ലേ ന്യായാസനത്തിരിക്കുന്നത്, അവൻ തന്നെ വിധിയും കൽപ്പിച്ചു. വായിക്കാം. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചത് കൊണ്ട് ആ ആടിന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം. 4 ഇരട്ടി പകരം കൊടുത്തില്ലേ? അവൻ്റെ കുടുംബത്തിൽ തന്നെ നടന്നു. ആദ്യം അവൻ്റെ മൂത്തപുത്രൻ അമ്നോനെ മറ്റൊരുത്തിൻ്റെ വേറൊരു ഭാര്യയുടെ മകൻ അടിച്ചു കൊന്നു, അബ്സലോം. അങ്ങനെ ഒന്നാമത്തെ ഒരു കഥ കഴിഞ്ഞു. ഇനി ദാവീദിന് ഈ ബെസബാൽ ജനിച്ച കൊച്ചൻ തന്നെ മരിച്ചുപോയി. ദൈവം അനുവദിച്ചില്ല, കാരണം അത് അന്യായത്തിൻ്റെ സന്തതിയല്ലേ. അതുകൊണ്ട് അതിനെ ദൈവം അനുവദിച്ചു കൊടുത്തില്ല. അവൻ്റെ അകർച്ചയിൽ തന്നെ ആ കൊച്ചു മരിച്ചു. 2 മൂന്നാമതായി ആരാ? അബ്സലോം. ഈ അമ്നോനെ കൊന്ന് അബ്സലോം എന്ത് ചെയ്തു? കരുവേലത്തിൽ കുഴുകി. അവൻ വലിയ ഹിപ്പി മോഡലായിരുന്നു. ഈ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ മുടിയൊക്കെ മേലോട്ട് വെച്ച് കൊണ്ടു നടക്കുന്നത്. പോയി കരുവേലത്തിൽ കുഴുകും. സൂക്ഷിച്ചോണം കേട്ടോ. മര്യാദയ്ക്ക് മുടിയും വെട്ടി മാന്യക്ക് ജീവിച്ചില്ല. പെന്തിക്കോസുകാരോടാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും കരുവേലത്തിൽ പോയി കുടുങ്ങും, പിന്നെ അവിടെ കിടന്ന് തത്തരപ്പുത്തര കളിക്കേണ്ടി വരും. അതുകൊണ്ട് പെന്തിക്കോസുകാരുടെ പിള്ളേരെ മാതാപിതാക്കന്മാർ പറഞ്ഞ് മനസ്സിലാക്കണം. അത് കവിഞ്ഞു പോയാൽ പൊക്കോട്ടെ. ഏതെങ്കിലും കരുവേലത്തിൽ കുടുങ്ങി പരുവൊക്കെ ഇടാകുമ്പോൾ ഒന്നിനും തിരിച്ചു വരില്ല, അതോടെ സംഗതി ക്ലോസ് ആയിക്കോളും. ഇന്നൊരുത്തം പറഞ്ഞ പോലെ എൻ്റെ ഭാഷ ഇവരൊക്കെ ജീവിച്ചിട്ട് എന്തൊരു അത് നേരത്തെ തന്നെ പോകുന്ന നല്ലത് എന്ന് പറയുന്ന പോലെ ആ ഗതിയോടെ ആർക്കും പറയരുത്. അതോട്ട് വരുന്നു. 4 മടങ്ങ് അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചത് കൊണ്ട് ആ ആടിന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം. നോക്കണം. അപ്പം അമ്നോൻ, ബെസബാലിൻ്റെ ആദ്യത്തെ കൊച്ച്, പിന്നെ അബ്സലോം, പിന്നെ ആരാ? ശലോമോൻ്റെ കാലത്തിൽ ശൂനേമത്തിയെ ചോദിക്കാൻ നിന്ന അധോനിയാവ് എന്ന് പറഞ്ഞാൽ അബ്സലോമിൻ്റെ അനിയനാണ്. 4 മരിച്ചു. ആ കുടുംബത്തിന് ന്യായവിധി. അപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ ചില പിശാചിൻ്റെ ബാധ ഒഴിയാതിൻ്റെ കാരണം ഇങ്ങനെ ചില അന്യായങ്ങൾ കഴിക്കുന്നുണ്ട്. അത് പെന്തിക്കോസ് ഒന്നും പെട്ടെന്ന് മാറത്തില്ല. അത് ശരിക്കും പ്രായശ്ചിത്വവും പരിഹാരമൊക്കെ ആവശ്യമാണ്. 4ാം തലമുറ വരെ കിടക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചില കുടുംബങ്ങളിൽ മറ്റുള്ളവൻ്റെ രക്തം ചൊരിക്കുകയും രക്തപാതം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുടുംബങ്ങളിൽ ഈ ന്യായം, അതാ ചില പ്രാന്തന്മാരും മഹാരോഗികളും ഒക്കെയാണ് ചില കിടക്കുന്നതിൻ്റെ കാരണം. ഇതിനെ പെട്ടെന്ന് പ്രാർത്ഥിച്ചൊന്നും പോകുന്നതല്ല. അതിനെയൊക്കെ ശിക്ഷാവധി കുറേയൊക്കെ അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും. എന്നാൽ ക്രിസ്തുയേശു വരുമ്പോൾ ആത്മാവ് രക്ഷപ്പെടും, പക്ഷേ ശരീരത്തിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ പോയി കൂടുതൽ പ്രാർത്ഥിക്കാനും പോകരുത്. ആദ്യത്തെ പ്രാർത്ഥനയിലെ ആത്മീയർക്ക് പിടികിട്ടും ഇത് നമ്മുടെ വകുപ്പല്ല. നമ്മൾ പോയി കിടന്ന് പിന്നെയും കർത്താവേ എന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് ഇപ്പോൾ പിശാചിനെ തുരത്താൻ പോയാൽ അവൻ ചിലപ്പോൾ ക്ലോവയിൽ വേറൊരു പുരോഹിതൻ്റെ മക്കളൊക്കെ തകർത്ത പോലെ പിശാചി നിന്നെ തകർത്തിടും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് പോയി പ്രാർത്ഥിക്കാൻ പോകരുത്. അപ്പോൾ ഇതാണ് ദാവീദിന് സംഭവിച്ചത്. അപ്പോൾ അവൻ സമ്മതിച്ചു. നോക്കണം, ഇത് കഴിയുമ്പോൾ
അവൻ സമ്മതിച്ച വേദഭാഗമാണ് 51-ാം സങ്കീർത്തനം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നോക്കണം. അപ്പോൾ പാപത്തിനുരുവായി, അകൃത്യത്തിനുരുവായി. ഇപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും ആരാ? അകൃത്യവും പാപം. എല്ലാ മനുഷ്യനും അതാണ്. അതുകൊണ്ടാണ് ജന്മപാപം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇതാ ഞാൻ അകൃത്യത്തിനുരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഈ ജന്മപാപത്തിൽ നിന്നാണ് ചില ആളുകൾക്ക് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ചിലർ കൂടി വരും, ചിലർ കുറഞ്ഞു വരും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഏശാവ് ഈ ഇത്യാ സ്ത്രീകൾ നിമിത്തം വീട്ടിൽ കലഹമായി. അപ്പോൾ ഫെയ്ത്വങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെടാത്ത വേലക്കാർ കയറി വന്നു കഴിഞ്ഞാൽ ആ ഫെയ്ത്വമിൽ കലഹം ഉണ്ടാകും. അത് സാധാരണ. അതുകൊണ്ട് നമുക്ക് കുറ്റമൊന്നും പറയണ്ട. പിന്നെ അങ്ങനെ അതിന് നല്ല ആത്മീയ ശുശ്രൂഷയും വചനമൊക്കെ നടത്തി അവരെ മനസ്സിലാക്കി കുറേ വരും. അവർ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് രോഗിയാകും. അതുകൊണ്ട് ഇന്നലെ നല്ല സ്മാർട്ടായിട്ടിരുന്ന് ഇന്ന് കാണുമ്പോൾ ഉപ്പുവാങ്ങ പിഴിഞ്ഞ പോലെ പരുവത്തിലാണ്, സോഡാക്കുപ്പിയുടെ പരുവത്തിൽ. ഇല്ലെങ്കിൽ വേറൊരു അസുഖം. ഇതൊക്കെ വരുന്നതിൻ്റെ കാരണം നമ്മളെ ഒതുക്കാൻ വേണ്ടിയാണ്. പിന്നെ എന്നാ ചെയ്യാൻ നോക്കും? ചിലർ കാഴ്ച പോയി, ഇപ്പോൾ കാണാൻ നോക്കുന്നില്ല. ചിലർ കണ്ണ് മങ്ങിപ്പോയി. ഇതൊക്കെ എൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ കഴിയുമ്പോൾ പിന്നെ ഏതായാലും തീരാൻ പോകുന്ന പിന്നെ ദൈവത്തെ ആശ്രയിച്ച് അങ്ങനെയുള്ള വേലക്കാരും വിശ്വാസികളും സിയോനൊന്നും പോകത്തില്ല, യെരൂശലേമിലും പോകത്തില്ല. കഷ്ടിച്ച് എന്താ പറയുന്നത്, അവരുടെ ആത്മാവ് രക്ഷിക്കപ്പെടുവാൻ അവരെ ജഡസംഹാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ജഡസംഹാരത്തിന്. ഞാനൊരിക്കൽ പുനലൂർ ഫെയ്ത്ത് വെച്ചപ്പോൾ ഒരു ദൈവദാസനെ പുഴു അരിച്ചു കിടക്കുക. പുഴുവിനെ കളയുന്നുണ്ട്, പിന്നെയും പുഴു വന്നുകൊണ്ടിരിക്കും. എനിക്ക് നന്നായിട്ടറിയാം, താൻ ജീവിച്ചിരുന്ന കാലത്തിൽ എത്രയോ മനുഷ്യർക്ക് ദ്രോഹം ചെയ്തു, എന്തെല്ലാം അന്യായങ്ങൾ ചെയ്തു. താൻ അങ്ങനെ ഒരു സംഘടനയിൽ നിന്ന് വന്ന മനുഷ്യൻ കൂടാണ്. പക്ഷെ തൻ്റെ ആത്മാവ് പോയില്ല. നല്ല പ്രായത്തിൽ തന്നെ പുഴുവരിച്ചത് ഫെയ്ത്തോമിലൊരു ദൈവദാസൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ദൈവദാസന്മാരായാലും വിശ്വാസികളായാലും നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് പോകാതെ സംഘം കൂടിയും പക്ഷം കൂടിയും വേണ്ടാത്തിന് കൂടി മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്താൽ ഇതെല്ലാം തിരിച്ചടിക്കും. അതാണ് ഇങ്ങനെ ഈ ബൈബിൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറയുന്നത്. അപ്പം ആ കുടുംബം കലഹമായി. നമുക്ക് നേരത്തെ തന്നെ വേറൊരു കലഹം കഴിഞ്ഞിട്ടിപ്പോൾ ഏശാവ് നിമിത്തം ഭാര്യമാർ നിമിത്തം കലഹമായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഏശാവ് കുറേ മര്യാദക്കാരനാണ്. അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്നെ എന്ത് ചെയ്തു? എന്നാൽ പിന്നെ സ്വന്തക്കാരിൽ തന്നെ ഒരുത്തിനെടുക്കും, കുറേ കൂടെ സ്വന്തം. അങ്ങനെ പോയി 28-ാം അധ്യായത്തിൻ്റെ 8-9 വായിച്ചു. കനാന്യ സ്ത്രീകൾ തന്റെ അപ്പനായ ഇസ്ഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട്. അപ്പോൾ കനാന്യ സ്ത്രീകൾ, ഞാൻ പറഞ്ഞല്ലോ, പ്രമാണം ലംഘിച്ച് ഇഷ്ടം പോലെ തിന്നും കുടിച്ചും വളർന്നും ജീവിക്കുന്ന ഒരു സംഘം. ആ സംഘം എന്ത് ചെയ്തു? ഇപ്പോൾ അവിടെ നമ്മൾ കാണുമ്പോൾ ആ കുടുംബത്തെ കലഹമാക്കി മാറ്റി. അപ്പോൾ എന്ത് ചെയ്തു? അവൻ പോയി എന്നാൽ പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിക്കോട്ടെ പറഞ്ഞ് വേറൊരു കുടുംബത്തിൽ പോയി കല്യാണം കഴിച്ചു. അതാരാണ് വായിച്ചത്? ഏശാവ് ഇസ്മയേലിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിന്റെ മകനായ ഇസ്മയേലിന്റെ മകളും ഇസ്മായിലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ മകളത്തിനെയും വിവാഹം കഴിച്ചു. അങ്ങനെ ഇസ്മായിലിന്റെ മകളെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പാലസ്തീൻ കനാൻ ഒരു സിറ്റുവേഷൻ. ആരുടെയൊക്കെ? അബ്രഹാമിൽ തന്നെ ആരൊക്കെയാണ്? ഇസ്മായിലിൻ്റെ സന്തതികൾ, പിന്നെ കെത്തുറായുടെ മക്കൾ, പിന്നീട് ഏശാവിൻ്റെ. ഇതാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒരു സംഘം. എന്നാൽ ഇതിൽ ചില അന്നത്തെ കാലത്ത് തന്നെ ചില തീവ്രവാദ ശക്തിയോട് വന്ന 2 സ്പിരിറ്റാണ്. ഒന്ന് പെലിസ്ത്യർ, ഒന്ന് അമാലിക്യർ എന്ന് പറയുന്നത്. അതാണ് പെലിസ്ത്യരെക്കുറിച്ച് വായിക്കുമ്പോൾ ഇന്ന് പെലിസ്ത്യൻ എന്ന് പറയുന്നൊരു വർഗ്ഗം ഇല്ല. മനസ്സിലാവുന്നു? ഇന്ന് പാലസ്തീന് വേണ്ടി വാദിക്കുന്നില്ലേ? പാലസ്തീൻ രാജ്യത്തിൽ പണ്ട് താമസിച്ച പെലിസ്ത്യരെയാണ് അറിയപ്പെടുന്നത്. ഇന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല. അതാണ് ആദ്യം പഠിക്കേണ്ടത്. അതിനെപ്പറ്റി നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പെലിസ്ത്യരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അവരെങ്ങനെ ഉണ്ടായി? ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇവരിൽ നിന്ന് പെലിസ്ത്യരുണ്ടായി. വായിച്ചു. ഉൽപ്പത്തി 10:13-14. മിസ്രയീമോ ലൂദീം അനാമീം ലെബാബീം നഫ്കൂരീം പത്രൂസീം കസ്ലൂഹീം ഇവരിൽ നിന്ന് പെലിസ്ത്യർ ഉത്ഭവിച്ചു. നോക്കണം. അപ്പം ഇതൊരു പല വിഭാഗത്തിൽ നിന്ന് ഒരു തീവ്രവാദ ചിന്താഗതിയോടുകൂടി വന്ന ഒരു സമൂഹത്തെയാണ് നമ്മളിവിടെ പെലിസ്ത്യർ എന്ന് കാണുന്നത്. ഇന്ന് പാലസ്തീൻ ദേശത്ത് താമസിക്കുന്നവർ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇവരാണ് പെലിസ്ത്യർ. ഇനി ഈ പെലിസ്ത്യരെ നമ്മൾ നോക്കുമ്പോൾ ഈ കാലാകാലങ്ങളിൽ ഇവരെന്ത് ചെയ്തു? ഈ ഇസ്രായേലുമായിട്ട് എപ്പോഴും യുദ്ധമുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശൗലിൻ്റെ കാലത്തിൽ
ഫെലിസ്ത്യരുമായിട്ട് യുദ്ധമുണ്ടായി. അന്ന് ശൗല് ദൈവവ്യവസ്ഥയിൽ നിന്ന് അന്യപ്പെട്ടവനും അഭിഷേകമില്ലാത്ത അഭിഷേകം നഷ്ടപ്പെട്ടവനായതുകൊണ്ട് അവന് ഫെലിസ്ത്യനെ ജയിക്കാൻ സാധിച്ചില്ല. എത്രയാ? 7 അടി പൊക്കമുള്ള ഗോലിയാത്ത്, ഫിലിസ്തീയ ദേശത്തിൻ്റെ ഗാസ, ഗത്ത് എന്നൊക്കെ പറയുന്ന ഈ ഫെലിസ്ത്യർ വസിച്ച സ്ഥലങ്ങളാണ് കേട്ടോ. ഈ ഗാസ എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം പണ്ട് ഫെലിസ്തീനും ഈ സമ്മിശ്ര ജാതികളെല്ലാം ജനതകളെല്ലാം വസിച്ചൊരു സ്ഥലമാണ്. അതിൽ ഒരു തീവ്ര ശക്തികൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ സഭയിലൊക്കെ ഇല്ലേ, വേണ്ടാത്തിന് കയറി ബഹളം ഉണ്ടാക്കുന്ന മനുഷ്യരില്ലേ, ഒരു കാര്യമില്ല. സമൂഹത്തിൽ, രാഷ്ട്രീയത്തിലില്ലേ, ദേശത്തില്ലേ. അപ്പോൾ ആ തീവ്രത സ്പിരിറ്റുകൾ. ഇനി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഞാനൊരു ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു ഇല്ല സിലബസിലാണ്. അപ്പോൾ അവിടെ ഇന്ത്യൻ നേതാക്കന്മാരെക്കുറിച്ച് വായിക്കുമ്പോൾ 2 പേരെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. ഒന്നാണ് ബാലഗോപാലൻ തിലകൻ അല്ലേ, ബാലഗോപാല തിലകൻ അങ്ങനല്ലേ. മറ്റൊന്ന് ഗോപാലകൃഷ്ണ ബാലഗംഗാധരൻ അങ്ങനെയുണ്ട് അല്ലേ. പിന്നെ ഗോപാലകൃഷ്ണ ഗോകുലെ അല്ലേ. അപ്പം ഇവരെ 2 പേരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോകുലം മിതവാദിയും പിന്നെ ബാലഗംഗാധരൻ തീവ്രവാദിയുമായിരുന്നതാണ്. ഏത് കാര്യം പെട്ടെന്ന് സാധിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അതിനെ ആക്ട് ചെയ്യണം. അതാണ് ഗാന്ധിജിയും സുഭാഷും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യയിലെ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ഗാന്ധിജിയെ 2ാമത് തിരഞ്ഞെടുക്കാൻ പോയപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് കയറി നിന്നു. കാരണം അനേകർ സുഭാഷിനെ സപ്പോർട്ട് ചെയ്തു. ഇന്ന് സുഭാഷ് സപ്പോർട്ട് ചെയ്ത പല പാർട്ടികളുണ്ടല്ലോ. അപ്പോൾ സുഭാഷിൻ്റെ ആ വ്യക്തിത്വവും അവർ പറയുന്നത് ബ്രിട്ടീഷുകാരെ നേരിടേണ്ടത് ഗാന്ധിജിയുടെ ഉപവാസം കൊണ്ടല്ല, ഗാന്ധിജിയുടെ പോളിസി കൊണ്ടുപോയി ഇവരെ നമുക്ക് ഒതുക്കാനും. അതുകൊണ്ട് തിരിച്ചടിക്കണം, യുദ്ധത്തിന് യുദ്ധം, തോക്കിന് തോക്ക് എന്നുള്ള പോളിസി സുഭാഷ് കൊണ്ടിരിക്കുകയും അങ്ങനെ ഒരു ആർമിയൊക്കെ ഉണ്ടാക്കിയില്ലേ. ഈ ആർമിയിൽ ഒരുപാട് പേര് ചേർന്നു. അവസാനം കോൺഗ്രസ് സ്വാധീനമായി. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ എവിടെയും മൈനോറിറ്റി ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, പെട്ടെന്ന് മറ്റുള്ളവരെ ക്യാപ്ചർ ചെയ്യും. ഒരു ഉദാഹരണം, ഇപ്പോൾ ബംഗ്ലാദേശ് മുസ്ലിം രാജ്യമാണ്. പക്ഷേ ഇവർ മുജീബ് റഹ്മാൻ്റെ ഒരു മോളാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ ടെററിസ്റ്റുകളാണ്. ബംഗ്ലാദേശ് മുസ്ലിം രാജ്യമാണെങ്കിൽ പോലും ആ തീവ്രവാദ ശക്തി വിട്ടവർക്കും ചെയ്യാനുണ്ട്. ഇപ്പോൾ കേരളം കണ്ടില്ലേ, കേരളത്തിലിപ്പോൾ ഒരു തീവ്രവാദ ശക്തിപ്പെട്ട് വരികയാണ്. അതുകൊണ്ടല്ലേ അതിനെതിരായിട്ട് ആരും സംസാരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി പോലും ഒരിക്കൽ സൗമ്യയുടെ കാര്യത്തിൽ സംസാരിച്ചിട്ട് പിറ്റേ ദിവസം പോസ്റ്റ് പിൻവലിച്ചു. രമേശ്, പിണറായി, എല്ലാ പാർട്ടികളും അറിയാതെ ഒരു തീവ്രവാദ ശക്തി, അവർ മൈനോറിറ്റി ആണെങ്കിലും അവർ ക്രൂരന്മാരും കഠിനന്മാരും ആയതുകൊണ്ട് വെട്ടിന് വെട്ട്, അതുകൊണ്ട് ഇവർ അങ്ങനെ ഒഴിവായി ഭയപ്പെട്ടു പോവുകയാണ്. 2ാമത് ഇവർക്ക് വോട്ട് ബാങ്ക്. അപ്പോൾ എവിടെയും തീവ്രവാദ ശക്തികൾ വളർന്നാൽ ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥ നഷ്ടപ്പെട്ടു പോകും, ആ രാജ്യം ഇല്ലാതായിപ്പോവും. മനുഷ്യർ അങ്ങനെ നമ്മൾ കാണുന്നില്ല, അഫ്ഗാനിസ്ഥാൻ പല സ്ഥലങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്, ഇതിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സൗദി അറേബ്യയും ലോകരാജ്യങ്ങൾ പലതും ഈ തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് അമേരിക്കയിൽ ഇറങ്ങുന്നതിന് കാരണം. മനസ്സിലാകുമോ? അപ്പോൾ ഈ ശക്തികൾക്ക് പ്രമാണമില്ല, അവർ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നവരായിരിക്കും എപ്പോഴും. അതെങ്ങനെ അറിയാം? ബൈബിളിൽ നമുക്കറിയാം, ശൗലിൻ്റെ കാലത്ത് ഈ എവിടെ ഒരു രാജ്യം ഉണ്ടാകുന്ന സമയത്ത് ഇവർ കയറി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഗോലിയാത്ത് എന്ന് പറഞ്ഞ ഒരുച്ചൻ വന്ന് 40 ദിവസം ഇസ്രായേലിനെ വിരട്ടി, അല്ലെങ്കിൽ അന്ന് ഇവരെ വിരട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ രക്ഷയില്ലാതെ വന്നു. ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ യുദ്ധകളത്തിലുണ്ട്. 1 ശമൂവേൽ 17-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ ആ കാലങ്ങളിൽ എന്താ സംഭവിച്ചത്? ഇവർ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. 40-ാം പൊക്കം ഇതാ ഒരു കൊച്ചു പയ്യൻ അഭിഷക്തത്തോടുകൂടി ദൈവശക്തിയോടെ വന്ന് ഒരു കല്ലുകൊണ്ട് ആ ഫെലിസ്ത്യനെ വീഴിച്ചു. ഫെലിസ്ത്യൻ്റെ എല്ലാ ഭാഗവും മറയ്ക്കും, പക്ഷേ ഈ തിരുനെറ്റി മറയ്ക്കത്തില്ല. അഹംഭാവം, സ്വയം, നിഗളം. ഈ തിരുനെറ്റി ഇച്ചിരി തുറന്നു വെച്ചേക്കും, അതറിയത്തില്ല. കാരണം അവിടെ വെട്ട് വീഴത്തില്ലല്ലോ. ഇവർ കഴിക്കുന്ന വെട്ടുകൊള്ളേണ്ട ഭാഗങ്ങളെല്ലാം മറച്ചുകൊണ്ടാണ് വന്നെങ്കിലും ഗോലിയാത്തിന് ദൈവജ്ഞാനം ഉണ്ടായിരുന്നു. അവന് മനസ്സിലായി ഈ ഫെലിസ്ത്യനെ വീഴിക്കാൻ കല്ലിൻ്റെ ഇതല്ല ആവശ്യം. അവൻ വേറെ മെത്തേഡ് എടുത്തു. ദാവീദ് എന്ത് ചെയ്തു? ഗോലിയാത്തിനെ ഒരു കല്ലുകൊണ്ട് 5 കല്ലെടുത്തതാണ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. 5 കല്ലിൽ ഒരു കല്ലെടുത്ത് ഈ ഫെലിസ്ത്യൻ്റെ നെറ്റിക്കടിച്ചെന്നാണ്. അവൻ തകർന്നു പോയി. ഇതന്നെയല്ലേ യേശു ചെയ്തേ. പിശാച് തൻ്റെ സ്വയത്തിൽ മനുഷ്യനെ വശീകരിച്ച സാമ്രാജ്യം കൊണ്ട് അനുസരണക്കേട്, നിങ്ങൾ അനുസരിക്കേണ്ട, ദൈവത്തെ അനുസരിക്കേണ്ട, പ്രമാണം അനുസരിക്കേണ്ട എന്ന് പിശാച് പഠിപ്പിച്ച് കൊണ്ടുപോയ മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തു അനുസരണം പഠിപ്പിച്ചു. അതാ യേശു ചെയ്ത്. അങ്ങനെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു.
ഇങ്ങനെ നിങ്ങളുടെ അനുസരണം തികയുമ്പോൾ എല്ലാ അനുസരണക്കേടിനും. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗം മനുഷ്യൻ അനുസരണമുള്ളവരായി തീരുക, പിശാച് അനുസരണക്കേട്. അപ്പോൾ തീവ്രവാദ ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ലല്ലോ. ആണെങ്കിൽ ഈ അന്യായങ്ങൾ നടക്കുക, അത് ഏത് ഗ്രൂപ്പിലായാലും ശരി. ഇപ്പോൾ നമുക്കറിയാം ബെൻഗൂറിയൻ, ഇസ്രായേലിൻ്റെ ഫസ്റ്റ് പ്രധാനമന്ത്രി ബെൻഗൂറിയൻ ഈ ഇസ്രായേൽ വരുന്ന സമയത്തിൽ അവിടെ ഇസ്രായേലിൽ തന്നെ 2 തീവ്രവാദ ഗ്രൂപ്പ് എഴുന്നേറ്റ് വന്നു. ആ തീവ്രവാദ ഗ്രൂപ്പിനെ ബെൻഗൂറിയൻ അടിച്ചമർത്തി. അവർ പലരെയും കൊന്നുകളഞ്ഞു. നോക്കണം, സ്വന്തം ജനത്തിൽ തീവ്രവാദികൾ എഴുന്നേറ്റപ്പോൾ അവരെ കൊന്നുകളഞ്ഞു പലരെയും. ബാക്കിയുള്ളവർ ഇസ്രായേലിൽ ചേർന്നു. നോക്കണം, ഇസ്രായേലിൽ ചേർന്നതായിട്ട് കണക്ക്. അപ്പോൾ ബെൻഗൂറിയൻ ചെയ്തത് ഇസ്രായേലിൽ തീവ്രവാദികൾ ഉണ്ടായിരുന്നു, അവരെ അടിച്ചമർത്തി. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടിങ്ങനെ വരുന്ന സമയത്തിൽ അതിനെ കവിഞ്ഞുകൊണ്ട് നക്സൽ അല്ലേ, നക്സൽ സംഘത്തെ ആരാ അടിച്ചൊതുക്കിയത്? കരുണാകരനും പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നാണ് ഈ നക്സലിനെയൊക്കെ നിലയ്ക്ക് നിർത്തിയത്. താനും തലവെട്ടുക. അപ്പോൾ കേരളം ഒന്ന് ഈ തീവ്രവാദ ശക്തികൾക്കെതിരായി നിന്നില്ലേ? നിന്നതുകൊണ്ടല്ലേ കേരളം ഇന്ന് സമാധാനമായിട്ട് പോകുന്നത്. അന്ന് അവർ കീഴ്പ്പെടുത്തിയിരുന്നെങ്കിലും. അപ്പോൾ തീവ്രവാദ ശക്തികൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ ബെൻഗൂറിയൻ താനൊരു ദൈവഭക്തനായിരുന്നു, അതുകൊണ്ടാണ് തീവ്രവാദത്തിന് ഇടം കൊടുത്തില്ല. ആ ഇസ്രായേലിലെ ശക്തികളെ അങ്ങനെ ന്യായം വിധിച്ചെങ്കിൽ ഇന്ന് പാലസ്തീൻ ദേശം എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള തീവ്രവാദികളല്ലേ പ്രശ്നം. അപ്പോൾ അവരെ എന്തുകൊണ്ട് ഈ മറ്റ് ഇസ്ലാമിക രാജ്യം കൂടെ ചേർന്ന് ഇവരെ ഒതുക്കുന്നില്ല? പകരം പല രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യല്ലേ, കാശ് കൊടുത്ത്, ആയുധങ്ങൾ കൊടുത്ത്. അതാണ് തെറ്റെന്ന് പറയുന്നത്. ആ തെറ്റ് തെറ്റായി തന്നെ കാണണം. അപ്പോൾ ഇത് ഇന്നും നിലം തുടങ്ങിയതല്ല. നോക്കണം, ശൗലിൻ്റെ കാലത്തിൽ ഈ പലസ്തീൻ വന്ന് ഇസ്രായേലിനെ വെല്ലുവിളിച്ചു, അവരും കുറഞ്ഞുപോയി. പക്ഷേ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ ദൈവമല്ലേ പലപ്പോഴും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതിനിപ്പോൾ ആരും എന്ത് പറയാൻ നോക്കും? ഇവിടെ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ കാലത്ത് 2 ശമൂവേൽ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിച്ച്. അപ്പോൾ ഇതിങ്ങനെ തലമുറയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു ശക്തിയാണ് ഈ സ്പിരിറ്റ്. അപ്പം മനുഷ്യൻ പോയാലും മനുഷ്യൻ്റെ പിന്നിൽ പ്രവർത്തി സാത്താന്യ ശക്തിയാണ് ഇതിൻ്റെ പിന്നിൽ തിരിച്ചറിയണം. ആ സാത്താനെ കൊണ്ട് ഒരു കല്ല് വെച്ചുകൊണ്ട് ഇത് സാത്താനൊന്ന് കല്ലെറിഞ്ഞ് സാത്താൻ പോകുമോ? പറ. കൊണ്ടടുത്ത് പറഞ്ഞ പോലെ ഉണക്കമീൻ ചുട്ടിട്ട് പൂച്ച അടിച്ചാൽ പൂച്ച പോകുമോ? പറ. ഇവിടെ അതിനെ ആത്മാവുകൊണ്ട് നേരിടണം. ആത്മാവിനെ ഒതുക്കാൻ തോക്കുകൊണ്ടല്ല, ആത്മാവുകൊണ്ട് നേരിടണം. അതാണ് യേശു പറഞ്ഞ കാര്യം. വായിക്കാം. യാവിയ, എലീശാമ, എല്യാദാവ്, എലീഫോലേത്ത്. 2 ശമൂവേൽ 5:16. എന്നാൽ ദാവീദിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു ദാവീദിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. നോക്കണം, വല്ല ആവശ്യമുണ്ടോ? ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോൾ ഫെലിസ്ത്യർ വന്നവനെ യുദ്ധം ചെയ്യാൻ. ഇസ്രായേൽ 1948 പിറന്നു വീണ സമയത്ത് തന്നെ അടുത്തുള്ള രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേൽ നാമാവിശേഷമാക്കാൻ നോക്കി. അതെവിടുത്തെ ആത്മാവ്? അത് ശരിയാണ്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ന്യായമായിട്ട് പോട്ടെ. 267 നാസർ, ഈജിപ്തിലെ നാസർ, 67 നാസർ എന്ന് പറയുന്ന നാസറല്ലേ എഴുന്നേറ്റ് വന്നിട്ട് ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഭൂമുഖത്ത് തന്നെ തുടച്ചു നീക്കിക്കളയും. 83-ാം സങ്കീർത്തനത്തിൻ്റെ വാക്യമുണ്ട്. ഏതാ? ഇസ്രായേൽ വരുവിൻ, 5-ാം വാക്യമുണ്ട്. ഇസ്രായേൽ ഒരു ജാതി ആയിക്കില്ലാതവണ്ണം അതിനെ മുടിച്ചു കളയുക. വായിക്കാം. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക. 67 ഈജിപ്തും ഈ പറഞ്ഞ ചുറ്റും കിടക്കുന്ന സകല അറബി രാജ്യങ്ങളും ചേർന്ന് ഇങ്ങോട്ട് വളർന്നു വരുന്നേ ഉള്ളൂ. ആ ഇസ്രായേലിനെ തകർക്കാൻ സകല സന്നാഹങ്ങൾ തുടങ്ങി. ദൈവം അനുവദിച്ചില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ട് മനുഷ്യൻ നീങ്ങിയാൽ ഒരിക്കലും വിജയിക്കത്തില്ല. അതാണ് പഠിക്കേണ്ടത്. അത് ഇസ്രായേലാണെന്നാലും ശരി, പാലസ്തീനായിരുന്നാലും ശരി, ഇന്ത്യ ആയിരുന്നാലും ശരി, പെന്തിക്കോസ് മിഷനായിരുന്നാലും ശരി, ചെറിയാങ്കുഞ്ഞായാലും ശരി, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിക്ക് മേലെ ആര് പോയാലും വീഴത്തില്ല. അപ്പോൾ 67 ഇവരെന്ത് ചെയ്തു? ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ എല്ലാ രാജ്യങ്ങളും കൂടി ശ്രമിച്ചപ്പോൾ ഇസ്രായേൽ പറഞ്ഞ് ഞങ്ങളോട് ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 6 ദിവസത്തെ യുദ്ധത്തോടു കൂടി അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ വെസ്റ്റ് ബാങ്കും പിന്നെ ഈജിപ്ത് കഴിഞ്ഞുകൊണ്ട് വരുന്ന വെസ്റ്റ് ബാങ്ക്, ഗാസ, അതിനുശേഷം ഗോലാൻ കുന്ന്, സിറിയ വിടുന്ന ഗോലാൻ കുന്ന്, ലെബനൻ്റെ ഭാഗം, ഇതെല്ലാം ഗാസ പിടിച്ചെടുത്തു. ഇത് പണ്ട് അവരുടെ അല്ലായിരുന്നു, പണ്ട് ഇസ്രായേലിൻ്റെ അല്ലായിരുന്നു. അതെ. അപ്പോൾ ആ ചരിത്രത്തെ ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം ദൈവവും പിശാചും തമ്മിലാണ് ഈ യുദ്ധം നടക്കുന്നത്. നമ്മളൊക്കെ വെറും
മീഡിയേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം ജയിക്കും. പിശാചിന് കുറേ തീവ്രവാദ ശക്തി പ്രവർത്തിക്കാമെന്നല്ലാതെ അതൊരിക്കലും വിജയിക്കത്തില്ലെന്ന് ആദ്യം മനസ്സിലാക്കിക്കണം. അപ്പോൾ നമുക്ക് മനുഷ്യരോടുള്ള പോരാട്ടമുള്ളൂ. പൗലോസ് ഞങ്ങൾക്ക് പോരാട്ടമുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യൻ വരണം. നമ്മൾ അന്യോന്യം പോരടിച്ചാകേണ്ടവരല്ല. മനുഷ്യൻ ദൈവത്തിൻ്റെതാണ്. സാത്താനാണ് മനുഷ്യൻ വഞ്ചിക്കുന്നത്. ആ ഇൻസ്പിറേഷനിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓവർകം ചെയ്യണം. അത് മനസ്സിലാക്കാതെ രണ്ട് ചേരി ഇരുന്നുകൊണ്ട് കാര്യമില്ല. അങ്ങനെ 67 മുടിക്കാൻ നോക്കി മുടിഞ്ഞില്ല. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഈ പാലസ്തീൻ പെലിസ്തീൻ എന്ന് പറയുന്നൊരു ജാതി അധികം ഇല്ല. അതെപ്പോൾ അവസാനിച്ചു? ഇപ്പോൾ ദാവീദിൻ്റെ കാലം പിന്നീട് നമുക്കുണ്ട്. അതിന് ശേഷം ദാവീദ് അഭിഷിക്തനായപ്പോൾ തന്നെ പെലിസ്തീൻ വന്ന് അവനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്നാൽ രണ്ടാമത് ദാവീദിൻ്റെ വാർദ്ധക്യകാലത്തും ഇവർ ശക്തിയോടെ വന്ന് ഇവരിങ്ങനെ തക്കം നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോൾ അടിച്ചു തീർക്കാം, ഇല്ലാതാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അവസരം പാർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കാലത്തും ഈ പിശാച് മനുഷ്യനെ കൊണ്ട് ചെയ്യുന്ന ദ്രോഹമാണിത്. ഇത് ഇസ്ലാമികളോ ക്രിസ്ത്യാനികളോ പിന്നെ ഹിന്ദുക്കളോ തിരിച്ചറിയണം. ഞങ്ങളല്ല, നമ്മളെല്ലാം മനുഷ്യരാണ്, ഏക സഹോദരി സഹോദരങ്ങളാണ്. നമ്മളെക്കൊണ്ട് ചെയ്യിക്കുന്ന ഈ സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. വായിച്ച് 21 അധ്യായത്തിൻ്റെ 15 വാക്യം വായിച്ച്. 2 ശമൂവേൽ 21:15. പെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. നോക്കണം, പെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നു പോയി. നോക്കണം, ദാവീദ് പണ്ടത്തെ ദാവീദ് വയസ്സായില്ലേ, 60 വയസ്സിന് മേളിലായി. അപ്പോൾ തളർന്നു പോയി. ഫെലിസ്ത്യൻ എങ്ങനെയുള്ളവനാ? 6 വിരലുള്ളവൻ. ഈ റാഫ മക്കൾ, നിങ്ങൾ ഈ റാഫ ഗേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ആ പ്രദേശത്തോട് ചേർന്ന് വസിക്കുന്നവരാണ്. നോക്കണം, റാഫായുടെ മക്കൾ, അതൊരു പേരാ. ഈ രാജ്യത്തിൻ്റെയൊക്കെ പേരുകൾ, ജാതിയുടെ പേരെല്ലാം വന്ന് അവരുടെ അപ്പന്മാരുടെ പേരാണ്. ഇപ്പം നമ്മൾ പറയത്തില്ലേ, തോമാച്ചൻ്റെ മക്കൾ, അല്ലെ തൊമ്മൻ്റെ മക്കൾ, ചാക്കോയുടെ മക്കൾ, ഗംഗാധരൻ്റെ മക്കൾ എന്നൊക്കെ പറയത്തില്ലേ? അവർ ശക്തരാണ്. അപ്പം ഇങ്ങനെയാണ് ഈ പേരിൽ നിന്നാണ് രാജ്യമുണ്ടായത്. ഓരോ പിതാക്കന്മാരുടെ പേരിൽ നിന്നാണ് പല രാജ്യങ്ങളോടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ ആ മക്കൾ വളരുന്നു. അപ്പോൾ ഗാസായിൽ ഈ പറഞ്ഞ റാഫായിൽ റാഫ മക്കൾ അതിനകത്തുണ്ട് എഴുതിയിട്ടുണ്ടല്ലോ. അവനും റാഫായുടെ മക്കളിൽ ഒരുവനായിരുന്നു. 6 പേരിലുള്ളവൻ, എല്ലാ കാലിലും 6 പേരിൽ, 7 അടി പൊക്കം, അജാന ബാഹു. ദാവീദിനെ ആക്രമിക്കാൻ വീണ്ടും വന്നു. വായിക്കാം. അപ്പോൾ 300 ശേക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരക്കി കെട്ടിയവനുമായി റാഫ മക്കളിൽ ഇസ്ബി ബെനോബ്. നിങ്ങൾ കേൾക്കുന്നില്ല, റാഫ ഗേറ്റ് തുറന്നൊക്കെ ഇല്ലയോ? അപ്പോൾ അത് പണ്ടത്തെ പേരാ അത്. അങ്ങനെ അവിടെ എല്ലാ സംഭവങ്ങളും ഈ ബൈബിളുമായിട്ടുള്ള വെളിച്ചത്തിൽ കൃത്യമായിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ അവന് വീണ്ടും ദാവീദിന് വയസ്സുകാലത്ത് കൊല്ലാൻ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? വായിച്ചു. ഇസ്ബി ബെനോവ എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരൂയയുടെ മകനായ അബിശായി അവന് തുണയായി വന്ന്. അബിശായ് എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റിന് നല്ലതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചോണം. അവസാന കാലത്തിലും വീണ്ടും ജഡം നമ്മോട് പോരാടും. നമുക്ക് ശത്രു ലോകമനുഷ്യരല്ല, നമ്മുടെ ജഡം തന്നെയാണ്. അപ്പോൾ നമ്മളോട് അവസാന കാലത്ത് നമ്മളിലുള്ള ചില പ്രാകൃത സ്വഭാവങ്ങൾ നമ്മൾക്കെതിരായിട്ട് നമ്മൾ ആത്മീയത്തിൽ വലിച്ചു കളയാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ മുൻകാലങ്ങൾ നമ്മളെ സഹായിച്ച പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ അവസാന റൗണ്ടിൽ പലരും ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ടു. അതാണ് ഇതിൻ്റെ ആത്മീയ വശങ്ങൾ. അപ്പോൾ ദാവീദ് വീക്കായി, അവനെക്കൊണ്ട് യുദ്ധം ചെയ്യാൻ വയ്യാത്തൊരു സ്റ്റേജ് വന്നു. പക്ഷേ തന്നോടുകൂടെ ഉണ്ടായിരുന്നൊരുത്തൻ അബിശായി, കാര്യസ്ഥൻ എന്നൊക്കെ അതിൻ്റെ പേര്, ആശ്വാസപ്രദന് ഉണ്ട്, കാര്യസ്ഥനുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നല്ലതാണ്. അപ്പോൾ അവസാന കാലത്ത് നമുക്ക് ഈ വിശ്വാസ ഓട്ടം തേക്കണമെങ്കിൽ അബിശായി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മോടുകൂടി ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഓർമ്മ കുറയും, ഉപദേശം കുറയും, ആരോഗ്യം കുറയും, പ്രാർത്ഥന കുറയും. പിന്നെ അന്നേരം ചില ആത്മാവെല്ലാം കയറി വരും. ഇതിനെല്ലാം ഓവർകം ചെയ്ത് പോകണമെങ്കിൽ ആരും നമ്മളെ സഹായിക്കണം? പരിശുദ്ധാത്മാവ് നമ്മെ. അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അവസാന റൗണ്ടിൽ. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു പറഞ്ഞത്, എന്താ പറഞ്ഞേ? നീ പ്രായമാകുമ്പോൾ വേർത്ത് നിൻ്റെ അര കെട്ടും. ആരാ വേർത്തൻ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും നമ്മെ കെട്ടി നടത്തണം. നമ്മുടെ ഇഷ്ടമല്ല. ആ ഒരു സ്റ്റേജ് നമ്മളെ കൊണ്ട് എത്തിക്കുമ്പോൾ അവരാണ് നമുക്ക് ജയം തരുന്നത്. അല്ല നമ്മുടെ കഴിവും പ്രാർത്ഥനയും പാട്ടും കുറയും. പ്രാർത്ഥിക്കാൻ സമയമല്ല ഒക്കാതെ വരും. മൈൻഡ് നേരെ വരത്തില്ല. ക്ഷീണം, പിന്നെ പല കഷ്ടങ്ങളും പ്രയാസങ്ങളും ശരീരത്തിൽ വന്ന് വാർദ്ധക്യം സഹിക്കുമ്പോൾ എന്താ പറയുന്നത്, അപ്പോഴും ദൈവം നമ്മെ താങ്ങും. നോക്കണം, ആ ഒരു ദൈവത്തിൻ്റെ ബന്ധമില്ലാത്തവരാണ് വർഷങ്ങൾ കഴിഞ്ഞ് വിശ്വാസത്തിൽ തെറിച്ചു പോകുന്നത്. കാരണം അവർ പരിശുദ്ധാത്മാവില്ല. അവർ ബുദ്ധി കൊണ്ടും ജഡം കൊണ്ടും ശക്തി കൊണ്ടും പിൻപറ്റരായി മാറുകയാണ്.
അങ്ങനെ എക്കാലത്തിലും ഇവിടെ യുദ്ധം നടന്നു. എപ്പോഴാണ് ഈ പെലിസ്ത്യർ ഇല്ലാതായിപ്പോയത്? നെബൂഖദ്നേസർ രാജാവ് വന്ന് നോക്കണം. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിനെ അറ്റാക്ക് ചെയ്തു. യഹൂദനെ ആദ്യം ഉപദ്രവിച്ചു. എന്തിനാ ഉപദ്രവിക്കാൻ കാരണം? യഹൂദൻ ദൈവത്തിൻ്റെ വഴിവിട്ട് പിന്മാറിപ്പോയി. നോക്കണം, ദൈവം പറഞ്ഞിരുന്നു. ആവർത്തന പുസ്തകം 28:15 മുതൽ വായിച്ച്. ആവർത്തന പുസ്തകം 28:15 മുതൽ. നിങ്ങൾ എൻ്റെ കൽപ്പനകളും വഴികളും വിട്ട് പിന്മാറിയാൽ നിങ്ങൾക്ക് ഇന്ന നാശമുണ്ടാകും എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട്. ആവർത്തനം 28:15 മുതൽ വായിക്കാം. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. ഈ ശാപമൊക്കെയും നിനക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിനെ കൊണ്ട് അവിടെ വാഴിക്കാൻ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ? ഇവരിൽ നിന്ന് ഒരു വിശുദ്ധ സന്തതി ഉണ്ടാകണം, ദൈവ പ്രമാണമുള്ള ജാതി ഉണ്ടാകണം. ഇവരെ കണ്ടുകൊണ്ട് വേണം ആര്? മറ്റുള്ളവർ ദൈവത്തെ പിൻപറ്റാൻ. പക്ഷേ അവരതിനേക്കാൾ മോശമായി പോയി. എനിക്ക് മുസ്ലിങ്ങളോട് വലിയൊരു സ്നേഹമുണ്ട്. എന്നറിയാമോ? എന്തായാലും ഇസ്രായേൽ ചെയ്ത ഒരു കാര്യം അവർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ ആ ഭൂമിയുടെ മധ്യയിൽ നിന്ന് മുഴു ലോകത്തോടും ദൈവം ഏകനെന്ന് വിളിച്ചു പറയണം. ആ കാര്യം മുസ്ലിങ്ങൾ ഭംഗിയായി നടത്തുന്നുണ്ട്. മൈക്ക് വെച്ച് മുഴു ലോകത്തിലല്ലേ അവർ പറയുന്ന അള്ളാഹുവാന്ന് പറഞ്ഞാൽ അള്ളാഹുന്ന് ഇപ്പോഴല്ലേ നമ്മൾ തിരിച്ച് പല കാര്യം പഠിക്കാൻ തുടങ്ങിയത്. മറ്റേ ദൈവം എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെയാണ് നല്ല ശതമാനം. ഈ ഖുറാനൊക്കെ ഇപ്പോഴല്ലേ അവർ വായിച്ച് പഠിക്കാൻ തുടങ്ങിയത്, മലയാള പരിഭാഷയൊക്കെ വന്നപ്പോൾ. അപ്പോഴാണ് അതിനകത്ത് ചില ഏടാകൂടങ്ങളൊക്കെ മനുഷ്യന് മനസ്സിലായത്. എന്നാലും ഭക്തിയുള്ള എത്രയോ മുസ്ലിം ജനങ്ങൾ അവർ ഹൃദയപരമാർത്ഥയോടുകൂടി എന്താ പറയുന്നത്? ദൈവം ഏകൻ, ആ ഏകനല്ലാതെ മറ്റാരും ഇല്ലെന്ന് മറ്റു ഭാഷ പറയുന്നുണ്ട്. അപ്പോൾ ഏകത്വത്തെ വെളിപ്പെടുത്തുവാൻ അവരുടെ ശുഷ്കാന്ത്യത്തിൽ ഇത് യഹൂദൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. യഹൂദനിങ്ങനെ വാങ്ങി വിളിക്കുമായിരുന്നു, വിളിച്ചു പറയും, കാഹളൂതി വിളിച്ചു പറയും, ദൈവം ഏകൻ തന്നെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചല്ലോ, ഉൽപ്പത്തി പുസ്തകം 15-18 അങ്ങനെ വായിച്ചില്ലേ? അപ്പോൾ അവിടെ വായിച്ചതുപോലെ ഇത് വിളിച്ചു പറയേണ്ട ദൗത്യം. പക്ഷേ യഹൂദൻ കുറേ കഴിഞ്ഞപ്പോൾ സുഖജീവിതം കൂടി. ഇന്ന് പെന്തിക്കോസുകാരായ നമ്മൾ ക്രിസ്ത്യാനികൾ സുഖം കൂടി കാശ് കൂടി കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ ചിലർ തന്നെ ഇപ്പോഴും ഉച്ചകഴിഞ്ഞ് ഉള്ള പ്ലാനാണ്, നാളെ എങ്ങനെ ഇച്ചിരി കാശുണ്ടാക്കാം, ഇല്ലയോ? ഇത് ആലോചിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതുപോലെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ദൈവം കൈവിട്ട് കളയും. അതാണ് ഇസ്രായേലിന് പറ്റിയത്. അങ്ങനെ നിൻ്റെ സന്തതികളെ കൊണ്ട് വിൽക്കാൻ, അവിടെ വായിച്ചിട്ടുണ്ട്, നിൻ്റെ സന്തതികളെ കൊണ്ട് കമ്പോളത്തിൽ വിൽക്കാൻ ഏൽപ്പിക്കും, പക്ഷെ ആരും വാങ്ങിക്കാനില്ലാതെ വരും. ഇത് സാധിച്ചില്ലേ? AD 70 തീത്തോസ് ആക്രമിച്ചതിന് ശേഷം 100,000 യഹൂദ സന്തതികളെ ഈജിപ്തിലെ കൊണ്ട് വിൽക്കാൻ കൊടുത്തിട്ട് കപ്പൽ പോലും അവരെ ഇറക്കുന്നില്ല. വേണ്ട, ഇവിടെ വേണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തള്ളിക്കളഞ്ഞു. ഞാൻ ആവർത്തന പുസ്തകം വായിച്ചൊക്കെ അറിയാം, സമയമില്ലാത്തതുകൊണ്ട് ഉള്ളിൽ വിരിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം 2 പ്രാവശ്യം. ഒന്ന്, ഈ നെബൂഖദ്നേസർ രാജാവ് BC 600 കാലയളവിൽ ഇസ്രായേലിനെ ആക്രമിച്ചു. അത് ഇസ്രായേൽ ചരിത്രം നമുക്ക് തുറന്നുമ്പോൾ കാണാം. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയാവോ? ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെല്ലാം പിടിച്ചുകൊണ്ട് പോയി, വില്ലന്മാരെല്ലാം കൊന്നുകളഞ്ഞു. നോക്കണം, ഭയങ്കര എതിർശക്തികളെ എല്ലാം കൊന്നു. ജ്ഞാനികളും ബുദ്ധിയുള്ളവരെല്ലാം പിടിച്ചുകൊണ്ട് ബാബേലിൽ കൊണ്ടുപോയി. അപ്പോഴും ഇസ്രായേൽ ഒരു കൂട്ടം ജനം അവിടെ ഉണ്ട്. ആ സമയങ്ങളിൽ ഈ പെലിസ്ത്യർ അവർ വേണ്ടാത്തതിനെല്ലാം ചാടി വീഴുന്ന മനുഷ്യരാണ്. നെബൂഖദ്നേസർ രാജാവ് ഒന്ന് പെലിസ്ത്യ വംശത്തെ ഇല്ലാതാക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. കാരണം അവർ ഭയങ്കര എതിരാളികളാണ്, പോരാളികളാണ്. അങ്ങനെ ഇസ്രായേലിലെ തീവ്രവാദികളെയും പോരാളികളെയും ഓർത്തഡോക്സ് ട്രൈബുകളെല്ലാം നെബൂഖദ്നേസർ കൊന്ന കൂട്ടത്തിൽ ഈ പെലിസ്ത്യർ കുറച്ച് അവശേഷിച്ചിരുന്നു, അവരെയും കൊന്നു. പിന്നെ അവരിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ സ്ത്രീകളിലോ പിന്നുണ്ടായ സമ്പർക്കത്തിൽ ഉണ്ടായവർ കാണും, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ പെലിസ്ത്യ വംശം നെബൂഖദ്നേസറിൻ്റെ കാലത്തോടുകൂടി ഇല്ലാതായെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇവരെ ചതറിച്ചു കളഞ്ഞു, ഇസ്രായേലിനെയും ചതറിച്ചു. അതാണ് ചരിത്രത്തിൽ കാണുന്നത്. അതാണ് ഒരു ശക്തി, പെലിസ്ത്യ ശക്തി. അപ്പോൾ പെലിസ്ത്യർ എന്ന് പറയുന്ന പാലസ്തീൻ ദേശം, ഇന്ന് കാണുന്ന പാലസ്തീൻ ദേശം ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്തിൽ പെലിസ്ത്യർ വസിച്ചിരുന്നെങ്കിലും ആ പെലിസ്ത്യ തലമുറയെല്ലാം പോയി. ഇന്നിപ്പോൾ ഇസ്ലാമികളല്ലേ. ഇസ്ലാം എന്നാ ഉണ്ടായത്? ഇസ്ലാം ഉണ്ടായ ക്രിസ്തുമാർഗം ഉണ്ടായതിനു ശേഷം 700 വർഷങ്ങൾക്ക് ശേഷമാണ്. 700 വർഷങ്ങൾക്ക് ശേഷമാണ്. പിന്നെ മറ്റൊരു ശക്തിയാണ് അമാലേക്യർ. നോക്കണം, വേറൊരു ശക്തിയാണ് ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ട് എപ്പോഴും പോരാടി നിൽക്കുന്ന ഒരു ശക്തി. അപ്പം ഇത് മനുഷ്യരാണെങ്കിലും ദൈവവും പിശാചും തമ്മിലുള്ളതാണ്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ പറയുമ്പോൾ അമാലേക്കിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴേ ആദ്യമായിട്ട് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 16 വാക്യങ്ങൾ വായിക്കും. 16-ാം വാക്യം വായിച്ച്.
പുറപ്പാട് ദിവസം 17:8 മുതലാണ് ഈ അമാലേക്ക് ശക്തികൾ. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. മനുഷ്യനോടല്ല ദൈവത്തിന്. ശ്രദ്ധിച്ചോണം, യഹോവയാണ്. വീണ്ടും വായിച്ച്, യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്ന്. തലമുറയായി യുദ്ധമുണ്ട്. അമാലേക്ക് ശക്തികൾ ഇതുവരെ നശിച്ചിട്ടില്ല. ആ ശക്തിയാണ് ഇന്നത്തെ തീവ്രവാദ മനുഷ്യരിൽ കയറുന്നൊരു സ്പിരിറ്റ്. കാരണം സ്പിരിറ്റിന് മരണമില്ലല്ലോ. അത് നിങ്ങളിൽ ഞാനും വായന ചോദിച്ചോണം. വേണ്ടാത്ത തീവ്രമായ സ്പിരിറ്റ് നമ്മുടെ ഭാഗം ജയിക്കണം, മറ്റുള്ള എതിരാളികളെ വകവരത്തണമെന്ന് പെന്തിക്കോസുകാരൻ നിനക്ക് കയറിയാലും അത് അമാലേക്കിൻ്റെ ശക്തിയാണ്. അതിന് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. അവിടെ ഇസ്രായേലിനെതിരായിട്ട് വന്ന സംഭവമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതാരാണ്? 36:12 വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 36:12 അവിടെ വായിക്കുമ്പോഴും പറയുന്നു, അവരുടെ തലമുറയെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. ആരാണ് അമാലേക്ക്? തിമ്ന എന്നവൾക്ക് ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. നോക്കണം, ഏശാവിന്റെ മകനാണ്. ശ്രദ്ധിച്ചോണം, ഫെലിസ്ത്യനുണ്ടായ വകുപ്പ് നമ്മൾ കണ്ടു. അത് കനാന്യ സംസ്കാരത്തിൽ നിന്നൊന്നാണ്. പക്ഷേ ഇത് ഏശാവിൻ്റെ സന്തതിയാണ്. ആര്? ഈ അമാലേക്ക് ശക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏശാവിൻ്റെ മകനായ എലീഫസിന് 12 പ്രഭുക്കന്മാർ. അപ്പോൾ അവരും മോശക്കാരല്ല. അവരും ഇസ്മായേലിനെ പോലെ അവൻ്റെ സന്തതികൾ 12 പ്രഭുക്കന്മാരാണെന്നാണ് വായിച്ച്. 36:15 വായിച്ച്. ഏശാവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ ഏശാവിന്റെ ആദ്യജാതൻ എലീഫാസിന്റെ പുത്രന്മാർ ആദ്യജാതൻ എലീഫാസ്. അപ്പോൾ ഏശാവിന്റെ മൂത്ത പുത്രനാണ് എലീഫാസ്. എലീഫാസിന്റെ വായിക്കാം. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു. താഴെ വായിക്കുമ്പോൾ അമാലേക്ക് പ്രഭു വായിച്ചേ. അതിന്റെ അവസാനം ഗത്താം പ്രഭു, അമാലേക്ക് പ്രഭു. അമാലേക്ക് പ്രഭു. അപ്പോൾ അമാലേക്ക് എന്ന് പറഞ്ഞ ശക്തിയാണ് ഇന്ന് ലോകത്തിൽ ക്രിയ ചെയ്യുന്ന തീവ്രവാദത്തിന് പിന്നിലുള്ള ശക്തി. അതായത് ഈ വീണുപോയ ദൂതന്മാരാണ്, പിശാചാണ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവർ ദാക്ഷിണ്യമില്ലാതെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. അതാര് തന്നെയായാലും ശരി, അത് ഏത് രാജ്യക്കാരും ഏത് സംസ്ഥാനത്തിലുള്ളവരാണെങ്കിലും ശരി, ഈ ശക്തിയാണ് ദൈവത്തോട് തലമുറ. ഫെലിസ്ത്യർ പിന്നെ പോയി, അവരാ രാജ്യത്തോട് എതിർത്തോട്, പക്ഷേ ദൈവത്തോട് യുദ്ധം ചെയ്തില്ല. പക്ഷേ ഈ അമാലേക്ക് ശക്തി എന്ന് പറയുന്നത് സാത്താൻ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് ഇതിന് തലമുറ തലമുറയായ യുദ്ധമുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ഏത് സന്തതിയാണ്? ഏശാവിൻ്റെ സന്തതി. അപ്പം ഇത് സമ്മിശ്ര ജാതിയല്ല. അതിലെ രസം, ഏശാവിൻ്റെ മകനായ എലീഫാസിൻ്റെ 12 മക്കൾ ഒരുത്തനാണ് അമാലേക്ക് പ്രഭു. നോക്കണം, ഈ ആവർത്തന പുസ്തകം 25:17 മുതൽ വായിച്ച്. ആവർത്തനം 25:17. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തെ ഇവരും വ്യവസ്ഥയില്ലാതെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നൊരു ശക്തിയാണ്. അവർക്ക് വ്യവസ്ഥയും പ്രമാണമൊന്നും വേണ്ട. അവരാരെയും തങ്ങൾക്ക് ഇഷ്ടമില്ല, തങ്ങളുടെ പദ്ധതിക്ക് വിരുദ്ധമെന്നുണ്ടാൽ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും. അതാണ് ഈ 83:7 വായിക്കുമ്പോൾ, സങ്കീർത്തനം 83:7 വായിക്കുമ്പോൾ ഈ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വരുന്നതിൽ ഒരു പ്രമുഖ ശക്തിയാണ് അമാലേക്ക് ശക്തി. വായിക്കാം. ഗബാലും അമോനും അമാലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും. അമാലേക്കും. അപ്പോൾ ഈ ശക്തിയാണ് ഇന്ന് രാജ്യം നേരിടുന്നൊരു വിഷയം. അത് കേരളാവിൽ ഈ അമാലേക്കിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്തിക്കോസുകാരായ നമ്മുടെ ഇടയിലുമുണ്ട്, എന്നിലുമുണ്ട് ആ ശക്തി. അതിനെല്ലാം അഴിച്ചു കളയണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നോക്കണം, ദാവീദിനെതിരായി വന്ന ആ ഫെലിസ്ത്യ ഇതിനെ അബിശായി തകർത്തതുപോലെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടും. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത്, ബെൻഗൂറിയൻ ആദ്യ സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഒരു രാജ്യം. അന്ന് അമേരിക്കയെല്ലാം ഇവർക്കെതിരായി നിൽക്കുകയായിരുന്നു. ഇവരുടെ രാജ്യം പറഞ്ഞു വീണതിന് ശേഷം അമേരിക്ക പോലും ആ ഒരു സമയത്ത് ഇവർക്ക് അനുകൂലിക്കായിരുന്നു. അപ്പോൾ ബെൻഗൂറിയൻ പറഞ്ഞു, നിങ്ങളാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട, മോശയുടെ കാലത്തിൽ ഇന്ന ദൈവം ഞങ്ങൾക്കുണ്ട് എന്നവർ പറയുന്നു. അതവരുടെ ധൈര്യം തന്നെയല്ല. ഞങ്ങളുടെ അതിന് നിങ്ങളാരും നിശ്ചയിക്കേണ്ട, വി ഹാഡ് എൻ ഓൾഡസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഇൻ അവർ ഹാൻഡ് മാത്രമല്ല എവരിവെയർ, എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചില്ല. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഈ പറഞ്ഞ വേദപുസ്തകത്തിലുണ്ട് ഇസ്രായേലിൻ്റെ അതിര്. അപ്പോൾ ആ അതിര് ദൈവം കൊടുത്തതാണെങ്കിൽ ആ അതിരിലേക്ക് മറ്റാരും ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ നമ്മളവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇസ്രായേൽ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇപ്പോഴത്തെ ഈ ചാനൽ ചർച്ചയിലൊക്കെ ചില അവതാരകന്മാരും അവതാരികമാരും എല്ലാം ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ 1947 ഉണ്ടായതാണ് എന്ന് പറയുന്നത് നിങ്ങൾ അർത്ഥമുണ്ടോ?
1947 ഈ ചരിത്രം പറയുന്നത്? അല്ല. അവർക്ക് ദൈവം ദാനമായി കൊടുത്ത രാജ്യമാണെങ്കിൽ അവരതിന് അവകാശികളാണ്. പാലസ്തീൻ ദേശം, പാലസ്തീനൊന്നും ജനങ്ങൾ ഇന്നില്ലെങ്കിലും പാലസ്തീൻ്റെ പേരിൽ അറിയപ്പെടും, അവർക്കും ദേശം വേണം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയല്ലാതെ ഇസ്രായേലിനെ മുടിപ്പിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് ഞങ്ങൾ വാഴാമെന്നും ഈ പാലസ്തീൻ ദേശത്ത് വസിക്കുന്നവരെ തകർത്തിട്ട് ഞങ്ങൾ വാഴാമെന്നും ഇസ്രായേൽ കരുതിയാൽ ഇസ്രായേൽ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം, ശാശ്വത പരിഹാരം പ്രിയപ്പെട്ടവർ ഈ ലോകരാഷ്ട്രങ്ങളെ കൊണ്ട് നടക്കുകയില്ല. അത് വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവർ ഒന്നാമത് ഇതിനെല്ലാം വാഴുന്നത് സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാവുന്നു. അപ്പോൾ ദുഷ്ടം സമ്മതിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ, പാലസ്തീൻ ദേശത്തിൽ ഇസ്രായേലിന് ശേഷം രണ്ടാമതൊരു പാലസ്തീൻ ഓർഗനൈസേഷൻ, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായി. അപ്പോൾ ആ സംഘടന വന്നപ്പോൾ അതിൽ യാസർ അറാഫത്ത്, അയാൾ ആദ്യകാലത്ത് ഭയങ്കര തീവ്രവാദിയായിരുന്നു. നിങ്ങൾക്കറിയാം, കണ്ടഹാർ പ്ലെയിൻ ആക്രമിച്ചതും പല പ്ലെയിൻ ഹൈജാക്ക് ചെയ്തതും ഈ PLO ഗ്രൂപ്പായിരുന്നു. പിന്നീടാണ് IS-ഉം ഹമാസും ഇസ്തംബൂളിലും എല്ലാം വന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ലോകരാഷ്ട്രങ്ങൾ തീരുമാനിച്ചിട്ട് ഈജിപ്തിൽ അതിനൊരു സമ്മേളനം കൂടിയിട്ട് ഈജിപ്തിൽ അൻവർ സാദത്ത് പറഞ്ഞൊരു പ്രസിഡന്റ് AD 1964 ഈ പാലസ്തീൻ രാജ്യം ഓർഗനൈസ് ചെയ്ത് കൊടുത്ത് അതിന് ഏറ്റവും നേതൃത്വം വഹിച്ച ഈജിപ്തിലെ പ്രസിഡൻ്റായിരുന്നു അൻവർ സാദത്ത്. പക്ഷെ എന്താ സംഭവിച്ചത്? അടുത്ത വർഷം ഈജിപ്തിലെ പട്ടാളക്കാർ രാജീവ് ഗാന്ധിയെ സിലോണിൽ ചെന്നപ്പോൾ തോക്കിലടിച്ചതുപോലെ ഈജിപ്തിലെ പട്ടാളക്കാരൻ ഈ രാജ്യം ഇസ്രായേലിനെ അനുകൂലിച്ചു, PLOയ്ക്ക് രാജ്യം കൊടുത്തതും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർക്ക് തീവ്രവാദ സ്പിരിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതിന് ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റിനെ, ഈജിപ്റ്റ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ആ പ്രസിഡൻറ്റിനെ പീരങ്കി വെച്ച് തൊട്ടുകളഞ്ഞു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈജിപ്റ്റ് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് അന്വേഷിച്ച് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈജിപ്റ്റ് ഇവരെ അങ്ങോട്ട് കയറ്റാമെന്ന് ചോദിച്ചാൽ, ഈ നിരപരാധികളുടെ കൂട്ടത്തിൽ ഇവരും ഈ പറഞ്ഞ പോലെ വേഷം ധരിച്ച് അങ്ങ് ചെല്ലും. അത് ഈജിപ്റ്റ് അനുഭവിച്ചുകൊണ്ടാണ് ഈജിപ്റ്റ് ഇപ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങളുണ്ടെങ്കിൽ പോലും അവരതിന് ഓർക്കാത്തതിൻ്റെ കാരണം ഇവർ കയറി രാജ്യം നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് ഈജിപ്റ്റ് പോലും സ്വജനങ്ങളെപ്പോലും പ്രവേശിക്കാൻ ഇഷ്ടപ്പെടാത്തത്. കാരണം അവരനുഭവിച്ചു, അവർ പ്രസിഡൻറ്റിനെ തകർത്ത് കളഞ്ഞു. അതിനുശേഷമാണ് ഈ പരേഡ് നടക്കുമ്പോൾ പട്ടാളക്കാർ തോക്കിനകത്ത് ഉണ്ടയില്ല, പട്ടാളക്കാരുടെ ഈ പീരങ്കിക്കകത്ത് മരുന്നും കയറ്റത്തില്ല. രാജീവ് ഗാന്ധിയെ സിലോണിൽ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇത്ര ഡിസ്റ്റൻസിൽ മാറി നിന്നാൽ മതി, പരേഡ് പോകുമ്പോൾ നേതാക്കന്മാർ ഇത്ര ഡിസ്റ്റൻസിലും അപ്പുറം ഇപ്പുറയും സൈന്യങ്ങൾ വെച്ച് പോകുന്നതിന് കാരണം തോക്കിനടി കിട്ടിയില്ലേ. അപ്പോൾ ഇത് അനുഭവത്തിൽ നിന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ബുദ്ധിയുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം പറയുന്നത് ഈ തീവ്രവാദ ശക്തിയിൽ ഒഴിഞ്ഞു പോകണം, അതിനെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കണം. അപ്പോൾ തീവ്രവാദികൾ എന്ത് ചെയ്യുന്നു? സാധാരണ ജനങ്ങളെ കവചമാക്കിക്കൊണ്ട് ഇവരതിൻ്റെ അടുപ്പ് വസിച്ചാൽ എങ്ങനെ അവർ നേരിടും? അപ്പോൾ ഇതിനെല്ലാം പരിഹാരം വരണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ, ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ല. സ്വർഗത്തിലെ ദൈവം തന്നെ അതിനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതിന് സമയം വരും. ഏത് കാര്യത്തിനൊരു സമയമുണ്ട്. ആ സമയങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇപ്പോൾ ഈ അമാലേക്യ ശക്തിയെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിച്ച് അവസാനിക്കാം. ഇവർക്കെന്ത് പറ്റും? ഈ അമാലേക്യ ശക്തികൾ ശക്തിപ്പെട്ട് വരുമ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഒബേദിയാവ് 8, 15, 17, 21 വായിക്കുന്നുണ്ട്. വായിക്കാം. അപ്പോൾ ഈ അമാലേക്കിൻ്റെ മറ്റൊരു സ്വഭാവം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ വായിച്ച്, ന്യായാധിപൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വായിക്കുമ്പോൾ അമാലേക്യരും മീദ്യാന്യരും ഇസ്രായേലിനെ അന്ന് അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് മാത്രമല്ല, അവരുടെ ഗ്രാമങ്ങളിൽ ചെന്ന് കൊള്ളയടിച്ച് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചു. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായി മിദ്യാന്യരും അമാലേക്കും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയം ഇറങ്ങി ഗസ്സാ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇതാണ് തീവ്രവാദ സ്പിരിറ്റ് എന്ന് പറയുന്നത്. നശിപ്പിക്കുക എന്നുള്ള ആത്മാവത. പിശാചിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും, മോഷിച്ചുകൊണ്ട് പോകുകയല്ല, മോഷിച്ചതിന് ശേഷം അവിടെയുള്ള ഒരു അറക്കും വീടിന് തീയിടുകയും ചെയ്യും. നോക്കണം, പിശാചാണെന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പ്രവൃത്തി ആര് ചെയ്താലും അത് പിന്നെ എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇത് അനുവദിക്കുന്നൊരു ചോദ്യമുണ്ട്.
ശരി, ദൈവത്തോട് പറ്റിയിരിക്കുന്ന ജനമായിട്ടും ഇവരെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശത്രുക്കളുടെ കയ്യിൽ വിട്ടുകൊടുക്കുന്നതിൻ്റെ കാരണം ദൈവം ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഇല്ല. 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്, ന്യായാധിപന്മാരുടെ പുസ്തകം 6:1. ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നോക്കണം, ഇത് പെന്തിക്കോസ്തുകാരെ നമുക്കുണ്ട് കേട്ടോ. നമ്മളും വേണ്ടാത്ത പരീക്ഷയിലും കഷ്ടങ്ങളിലും ദുരിതത്തിലും പോകുന്നതിൻ്റെ കാരണം നാം ദൈവത്തിന് അനിഷ്ടമായി ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായി ചെയ്തു. വായിക്കാം. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 6-ാം വാക്യം വായിച്ച്. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. അപ്പൊ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇസ്രായേൽ ദേശത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 50% പക്ക നിരീശ്വരവാദികളാണ്. 30% ലോകസ്നേഹവും ഈ പറഞ്ഞ ആഡംബരങ്ങളും സുഖജീവിതങ്ങളും ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞില്ലയോ, ഇസ്രായേലിനെ നോക്കി ഇസ്രായേലല്ല മുഴുവൻ ലോകത്തിനും അതിഭക്ഷണത്താലും ഉപജീവന ചിന്തയാലും ഇല്ലേ പെട്ടെന്ന് നാശം. 21:34 വായിച്ച്, ലൂക്കോസ് 21:34 വായിച്ച്. അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം ഇവർ കടി പോലെ വരും. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും. നമുക്കായാലും ഇന്നത്തെ കാലത്ത് മനുഷ്യർ കഴിക്കണം കൂടി. ഈ കല്യാണത്തിനൊക്കെ എന്തുമാത്രം ഭക്ഷണം ഉണ്ടാക്കി കളയുന്നു. ഞാൻ ഒരിക്കലും കല്യാണത്തെ പറ്റി കേട്ടു, 4000 രൂപ അവിടുത്തെ ഒരു പ്ലേറ്റിന് ഓർഡർ. 4000 രൂപ. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ കല്യാണം അന്യായമല്ലേ? 4000 രൂപയുടെ ഭക്ഷണം. അത് അഹങ്കാരവും നിങ്ങളും പാടില്ല. അതിഭക്ഷണത്താലും പിന്നെ മദ്യപാനം. നോക്കണം, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് എന്തുവാ? ഏറ്റവും കൂടുതൽ വരുമാനം മദ്യവും ലോട്ടറിയാണ്. മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും കുറിച്ച് ചിന്തിക്കുന്നില്ല. പുതിയ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഉപജീവന ചിന്തകളാലും മദ്യപാനത്തിലും പിന്നെ ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ ചെയ്തു. ഈ കാലങ്ങളിൽ ദൈവത്തെ വിട്ടുപോയി. അല്ല, അതുകൊണ്ട് ഹമാസിനെ ദൈവം അനുവദിക്കാനും കാരണം, ദൈവം അനുവദിച്ചെന്ന് പറഞ്ഞാൽ കാരണം അവർ ദൈവത്തോടില്ല. ദൈവത്തോടുണ്ടായിരുന്ന ദൈവം പറഞ്ഞാനല്ലേ. അവരാശ്രയിച്ചിരുന്ന അമേരിക്കയും ഇന്ത്യയും അവരുടെ ടെക്നോളജിയും പിന്നെ അവരുടെ പ്രതിരോധ ഇതുണ്ടല്ലോ, എന്താ അയൺ ഡോം, ഇതിനെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതമായി കഴിയും. ദൈവത്തിൻ്റെ ആശ്രയം വിട്ടുപോയി. അതും പോയി, അയൺ ഡോണും പോയി, ഇൻ്റലിജൻസും പോയി, മൊസാദിൻ്റെ അഡ്രസ്സും പോയി. അമ്മാരും പോയെന്നല്ല, ഒരു സെക്കൻഡ് ലോകത്തിന് മുമ്പ് നിന്നയായിപ്പെട്ടു. കാരണം ദൈവത്തെ വിട്ടുകളയുകയാണ്. ഇനി കൂടുതലായിട്ട് വരും. ഇനി 7 വർഷം അന്തിക്രിസ്തുവിൻ്റെ കയ്യിൽ കൊടുക്കും. ഈ ഇസ്രായേലിനെ ഞെരുക്കാൻ അന്തിക്രിസ്തു വരാൻ പോവുകയാണ്. കാരണം ഇവർ സത്യത്തെ നിഷേധിച്ചു. അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവരെ ഫോഷ്കിൻ്റെ ആത്മാവിന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അന്തിക്രിസ്തു എന്ന് ഫോഷ്ക്ക് പറയും. ഇപ്പോൾ ഇതിങ്ങനെ ഈ ഗാസായും കഴിഞ്ഞ് പെട്ടെന്ന് വിമാനമാണ് കൂടി ഇനി അടുത്തൊരു പ്രശ്നം വരും. അതോടുകൂടി യുദ്ധം വേണ്ട, ഇനി യുദ്ധം വേണ്ട എന്നൊരു നിയമം വരും. 1-ാം ലോകമഹായുദ്ധത്തിൽ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു. അതാണ് ലീഗ് ഓഫ് നേഷൻസ്, വേഴ്സായ സന്ധി, പീസ് ഓഫ് പാരീസ് കോർണർ പീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ കരാർ എവിടെ പോയി? 2ാം ലോകയുദ്ധത്തിന് ശേഷം UN ഐക്യരാഷ്ട്ര സെക്രട്ടറി എന്താ ഗുണം? അവരെ ഗുണം ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഇത് ഇവരാരും അല്ലെന്നേ, മനുഷ്യരല്ല. ദൈവവും ഒരു ഭാഗത്ത്, പിശാച് മറുഭാഗത്ത് നിന്ന് മനുഷ്യനെ ഇളക്കി വിടുന്നല്ലാതെ ഇത് ദൈവത്താൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും. അപ്പോഴേ ഇതിന് സമാധാനം വരത്തുള്ളൂ. അങ്ങനെ ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന സമയത്തിൽ അവർ ദൈവത്തെ ആശ്രയിക്കാൻ വരുമ്പോൾ ദൈവ ഉദ്ദേശം അവർക്കൂടെ നിറവേറുന്നില്ല. അതുകൊണ്ട് ശത്രുക്കൾ അവരെ ആക്രമിക്കുന്നു, ദൈവം മാറി നിൽക്കുന്നു. അപ്പോഴത്തേക്ക് അവർ കരച്ചിലായി ബഹളമായി ദൈവത്തോട് നിലവിളിക്കും, ദൈവം വീണ്ടും അവർക്ക് കുടിവയ്ക്കും. ഇതാണ് അവരുടെ ചരിത്രത്തിൽ നടക്കുന്ന കാര്യം. എന്നാൽ എന്തിനാ ഈ മതങ്ങൾ തമ്മിൽ അടിക്കുന്നത്? ക്രിസ്തീയ മതം, ഹിന്ദു മതം, മുസ്ലിം മതം, യഹൂദ മതം. മുഴു ലോകത്തിൽ ഹിന്ദു മതമില്ല, ഇന്ത്യയിലാണ്. പക്ഷേ യഹൂദ മതം, പിന്നെ ഇസ്ലാം മതം, പിന്നെ ക്രിസ്തു മതം. എന്താ ഇതിൻ്റെയൊക്കെ പിന്നിൽ? നമുക്ക് ദൈവം അനുസരിച്ച് പിന്നീട് ഒരിക്കൽ ചിന്തിക്കാം.
അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു. ബൈബിൾ പറഞ്ഞ അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നതാണ്. ആ വാക്യം വായിച്ച് ലൂക്കോസ് തന്നെ ഉണ്ട് അല്ലേ? ലൂക്കോസ് തന്നെ 21:30 വാക്യം വായിക്കുമ്പോൾ അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു. 21:30. അവ തളർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ. അപ്പോൾ ഇസ്രായേൽ തളർത്തു, നല്ല തളർത്തിരിക്കുന്നൊരു സമയമാണ്. പക്ഷെ ഇത് നമുക്ക് കിട്ടേണ്ട പാഠം ആര്? വേനൽ അടുത്തിരിക്കുന്നു. വേനൽ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് നോക്കണം. ആ വേനലാണ് നമുക്ക്. പക്ഷേ ഇസ്രായേലിനോട് ദൈവം പറയുന്നത് നിങ്ങളുടെ ഓടിപ്പോക്ക് അല്ലേ എന്ന് സംഭവിക്കാൻ ഇപ്പം നോക്കണം. ശബത്തിൽ മത്തായിയുടെ സുവിശേഷം വായിച്ച് 24 എത്രാം വാക്യം? 20 വാക്യം വായിച്ചു. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ. നിങ്ങളുടെ ഓടിപ്പോക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റ്, നിങ്ങൾക്കുള്ള ഫ്ലൈറ്റ് എന്നാകരുത്. വായിച്ചേ, നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കരുത്. ഇന്നവർ ശബത്തിൽ കയറി ഇരുന്നപ്പോഴല്ലേ അടി കിട്ടിയത് അല്ലയോ? അവർ ശബത്ത് ആചരിച്ചുകൊണ്ട് കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ് അവർ അടി കിട്ടിയത്. ഇതുപോലെ വലിയൊരു പ്രതിസന്ധി അവർ നേരിടാനായിട്ട് വരും. നിങ്ങളുടെ ഓടിപ്പോക്ക് എങ്ങോട്ടുള്ള ഓടിപ്പോക്കാണ്? ആ മത്തായിയുടെ സുവിശേഷം 24 വായിക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത് നിൽക്കും കാണുമ്പോൾ ഗ്രഹിച്ചു കൊള്ളണം, മലയിലേക്ക് ഓടിപ്പോക്കണം. വായിച്ച് 24:15 16 വായിച്ച് 15 മുതൽ വായിച്ച്. മത്തായിയുടെ സുവിശേഷം 24:15-16 വായിക്കാം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. എപ്പോഴാണ് ഇത്? 7 വർഷത്തിൻ്റെ 2ാം പകുതിയിൽ എതിർ ക്രിസ്തുവായിട്ട് ഇവർ എതിർ ക്രിസ്തു പറയുന്നത് ഫോഷ്ക്ക് വിശ്വസിക്കും. ഇന്ന് ഫോഷ്കിനെയാണ് മനുഷ്യർക്ക് ഇഷ്ടം. സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചയിലും നോക്കി ഫോഷ്ക്ക് പറയുന്നവരാണ് മിടുക്കന്മാർ. അത് കേൾക്കാനാണ് മനുഷ്യർക്ക് ഇഷ്ടം. കാരണം ഫോഷ്കിൻ്റെ ആത്മാവ് ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. ഇത് തന്നെ ഇസ്രായേലും യേശുക്രിസ്തു സത്യം പറഞ്ഞപ്പോൾ അവനെ വിശ്വസിച്ചില്ല, പകരം ഫോഷ്കിനെ വിശ്വസിക്കും. അങ്ങനെ ഫോഷ്കിനെ വിശ്വസിച്ചിട്ട് ഇവരാണ് ഞങ്ങളുടെ മശിഹ എന്ന് പറഞ്ഞ് എതിർ ക്രിസ്തു ഒരു നയപരമായ ഒരു ഇത് കൊണ്ടുവരും. ഈ യുദ്ധങ്ങളെല്ലാം ഇങ്ങനെ കുടുംബരി കൊണ്ടാ പോകുന്ന പോലെ ഒന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വരും. ഇത് നമ്മളാരും ഉദ്ദേശിക്കുന്ന പോലെ ഇതിൻ്റെ പിന്നിൽ വലിയ സാത്താന്യ ശക്തികളുണ്ട്. മനുഷ്യനെ വിരട്ടി ബഹളം ഉണ്ടാക്കി, ഈ പറഞ്ഞ പോലെ വിടക്കാക്കി തലക്കാക്കാന്നൊരു പറഞ്ഞില്ലേ? വിടക്കാക്കി കുളം കലക്കി മീൻ പിടിക്കാന്ന് കേട്ടില്ലേ? നാടൻ ഭാഷ പറഞ്ഞാൽ ഇല്ലാത്ത ഭീകരമായ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ പണ്ടൊരിക്കലും ഒരു ജഡ്ജിയോട് പോലീസുകാർക്ക് വൈരാഗ്യം ഉണ്ടായി. ഈ ജഡ്ജിയെ നേരിട്ട് തല്ലാൻ ഒക്കത്തില്ലല്ലോ, നടന്ന സംഭവമാണ്, ഞാനിവിടെ വായിച്ചതാണ്. അപ്പോൾ ജഡ്ജിയെ നേരിട്ട് അന്ന് നക്സലിൻ്റെയൊക്കെ സമയമുള്ളതാണ്. അപ്പോൾ ഈ ജഡ്ജിക്കിട്ട് പോലീസുകാർക്കെതിരായിട്ട് വിധി കൽപ്പിച്ചുകൊണ്ട് ജഡ്ജിയെ അടിക്കണം. അതിന് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? പോലീസുകാർ വേഷം മാറി നക്സലാന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ വീട്ടിൽ ചെന്ന് അയാളെ ശരിക്കും കൈകാര്യം ചെയ്തു. എന്നിട്ട് ഉടനെ തന്നെ അയാളെ വെട്ടിയ വെട്ടിൽ നിന്ന് എടുത്ത രക്തം അയാളുടെ വീടിൻ്റെ അവിടെ എല്ലാം എഴുതിയിട്ട് നക്സൽ ബാരി സിന്ദാബാദ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരാണ് ചെയ്ത്, പക്ഷേ പേരാർക്കാണ്. അപ്പോൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി അന്തരീക്ഷം കലക്കി. ഇപ്പോൾ നമ്മുടെ ഇടയിലും അതാണ്, കേരളത്തിലൊക്കെ അതാണ്. ഇല്ലാത്ത പ്രശ്നം നടക്കാത്ത ജീവിതത്തിൽ നടക്കാത്ത വിഷയം മനുഷ്യൻ്റെ ഇടയിൽ ഇടക്കി കൊടുത്തിട്ട് അവരെ കൊണ്ട് ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി തനിക്കാക്കി എടുക്കുകയാണ്. അതാണ് സാത്താൻ്റെ തന്ത്രം. ഇതാണ് ഇവരും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വലിയ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കും. ഈ അമേരിക്കയാണേലും ഈ പറഞ്ഞ മെയിൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നൊരു ഏകലോക ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകും. ഇതാണ് എൻ്റെ സത്യം. അല്ല ഇവിടെ ഈ മുസ്ലിങ്ങളും ബഹളം ഉണ്ടാക്കേണ്ട, ക്രിസ്ത്യാനികളും ബഹളം ഉണ്ടാക്കേണ്ട, ഇതിങ്ങനെ നടക്കാൻ പോകുന്നത്. യവന്മാരുടെ കയ്യിൽ ഇപ്പോഴേ അജണ്ട എഴുതി വെച്ചിട്ടുണ്ട്. ഈ വൻ ശക്തികളുടെ രാജ്യങ്ങൾ, ചൈനയുടെയും ഈ അമേരിക്കയുടെയും ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ചേർന്ന് പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണിത്. പക്ഷേ ഈ തീവ്രവാദ ശക്തികളൊക്കെ അവർ വിളക്കി വിടും. ഇവരെല്ലാം വളച്ചതാണ്, ഇവരൊക്കെ തന്നെയല്ലേ. എന്നിട്ട് ബഹളം ഉണ്ടാക്കി ഇപ്പോൾ രാജ്യം നശിക്കാൻ പോകുന്നു, ഇനി വേറെ വഴിയില്ലാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മനുഷ്യനെ ഇളക്കി ബഹളം ഉണ്ടാക്കിയിട്ട് അവസാനം ഏകലോക ഗവൺമെൻറ് ഇനി യുദ്ധമേ വേണ്ട. അങ്ങനെ അന്ത്യക്രിസ്തു മുന്നോട്ട് വരും. എതിർ ക്രിസ്തു മുന്നോട്ട് വന്നിട്ട് ഇസ്രായേലിന് ആലയം പണിയാൻ അനുവാദം കൊടുക്കും. നോക്കണം, തന്ത്രപരമായിട്ട്. ഈ ആലയത്തെക്കുറിച്ചുള്ള നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് AD 700 ഈ ഹോമറിൻ്റെ പള്ളി, അലക്സ പള്ളിയൊക്കെ 700 വന്ന കാര്യമാണ്.
ഇസ്രായേലിൻ്റെ പള്ളി എന്നുള്ളതാണ്. BC 1000 ശലോമോനോടെ പള്ളി ഉണ്ടാക്കി. അപ്പോൾ BC 1000 പള്ളിക്കാണോ മുൻതൂക്കം? AD ശേഷം ഉണ്ടായതാണ്. അപ്പോൾ ഈ തർക്കം പരിഹരിക്കാൻ ലോക നേതാക്കന്മാരിൽ നിന്നൊരു നേതാവ് വരും. അവനാണ് ഇത് ക്രിസ്തു. ഭയങ്കര കൗശലക്കാരൻ, ബുദ്ധിയുള്ള 7 തലയാണ്. കൗശലത്തിൽ 7 തലയാണ്. ഏത് മനുഷ്യൻ വിടുപോകും. അവൻ്റെ പുതിയ ടെക്നോളജി, പുതിയ ഇതെല്ലാം രാജ്യങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നടപ്പാക്കാൻ വേണ്ടിയാണ് ഈ കാണുന്ന ഭീകര അന്തരീക്ഷങ്ങളെല്ലാം. ഇതിനിടയിൽ ഇതെല്ലാം കുറേ നശിക്കുകയും ചെയ്യും. ഈ ഭീകരന്മാരെല്ലാം അവർ കൊല്ലുകയും ചെയ്യും. അങ്ങനെ കൊന്നിട്ട് വരാൻ പോകുന്ന രാജ്യമാണ് അത്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും എല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. അന്ന് ഇസ്രായേലാണ് അവരുടെ ശത്രുവായിട്ട് അവരാദ്യം കാണുന്നത്. 2 പെന്തിക്കോസുകാരും, ഒന്ന് പെന്തിക്കോസുകാരും ഒന്ന് ക്രിസ്ത്യാനിയും. അല്ല, പെന്തിക്കോസുകാരും പിന്നെ ആ പെന്തിക്കോസുകാരിൽ രക്ഷിക്കപ്പെട്ട സമുദായക്കാരൊക്കെ ഉണ്ടാകും. എവരെ വകവരുത്തണം? ഈ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളെയും പെന്തിക്കോസുകാരെയും വകവരുത്തണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇളകുന്നതിന് മുമ്പ് തമ്പുരാൻ സഭയെ കൊണ്ട് പോകും. തമ്പുരാൻ തൻ്റെ സഭയെ കൊണ്ട് നമ്മളെ കൊണ്ട് പോകും. ഇവരൊന്നും തൊടാനൊക്കത്തില്ല. ശരീരത്തിൽ വേണം ഉപദ്രവിക്കാം. പക്ഷേ ആ സഭ പോയതിനു ശേഷം ഇവരെ വിട്ടുകൊടുക്കും. പൂർണ്ണപ്പെടാത്ത വിശ്വാസികളും വിലക്കാരും കൈവിടപ്പെട്ടു പോകും, രക്തസാക്ഷികളായിട്ട് വരും. അങ്ങനെ 7 വർഷത്തെ ഭരണം. അതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഈ കാലത്തിൽ ഇസ്രായേലിന് ആലയം പണിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ വിചാരിക്കും ഇതാണ് ക്രിസ്തു മെശിഹ എന്ന് പറഞ്ഞ് അവനെ സ്വീകരിക്കും. പക്ഷേ പിന്നീടുള്ള സംഭവങ്ങൾ അതിഭയങ്കരമായിരിക്കും. അപ്പോഴാണ് അവർ മനസ്സിലായത് ഇവൻ ചതിയനാണ്. 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കുത്തിയങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കും. അത് വായിച്ച് അവരെ 12-ാം അധ്യായം 12-ന്റെ 2-ാം വാക്യം വായിച്ച് ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. പിന്നെ യെരുശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. പിന്നെ അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. ആര് ചെന്ന് തൊട്ടാലും അത് ഭാരമായിട്ട് മാറും. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതൊക്കെ നമുക്ക് വിശദമായി പഠിച്ചെങ്കിൽ മനസ്സിലാകും. ഇനി 13-ാം അധ്യായത്തിൽ വായിച്ച് അവരെ തീയിൽ കൂടി കിടത്തി. എന്നാൽ സർവ്വദേശത്തിലും 2/3 അംശം ഛേദിക്കപ്പെട്ട് പ്രാണനെ വരാൻ പോകുന്ന യുദ്ധത്തിലും പ്രശ്നങ്ങളെല്ലാം മനുഷ്യൻ കൊന്നൊടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു ജനസംഖ്യ ഒന്നും ഇല്ലാതാകും. 3/2 നശിച്ചു പോകും. ആ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നശിക്കും. ബാക്കി 1/3 അംശം ശേഷിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ 1/3 അംശം ഞാൻ തീയിൽ കൂടി കടത്തി. നോക്കണം, അവരെ തീയിൽ കൂടി കടത്തി. അതുപോലെ അഗ്നിശോധനയിൽ കൂടിയാണ് സഭയെയും ദൈവം നടത്തി ശുദ്ധീകരിക്കും. അതിനുമുമ്പ് എന്തായാലും ശേഷം ഇസ്രായേലിനെ ശുദ്ധീകരിക്കും. തീയിൽ കൂടെ കിടത്തി. വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും, പൊന്നു ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. ഇസ്രായേലിനെ പുടമിടും. അനേക വാക്യങ്ങൾ നമുക്കുണ്ട്, പിന്നീട് ചിന്തിക്കാം. അനേക വാക്യങ്ങൾ പറയുന്നുണ്ട്. അവരെ ശുദ്ധീകരിക്കുന്ന സമയമാണ്. അപ്പോൾ സഭയെ ശുദ്ധീകരിക്കുന്ന സമയമാണ്. സഭയുടെ ശുദ്ധീകരണം മറ്റൊരു വിധത്തിലാണ്. മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അത് സഭയെക്കുറിച്ചുള്ളൊരു പദം കൂടിയാണ്. അവിടെ പറയുമ്പോൾ ഇരുന്നു കൊണ്ട് തട്ടാൻ, അവിടെ ഈ പറഞ്ഞ പോരാട്ടമല്ല, തട്ടാൻ പൊന്ന് ശുദ്ധീകരിക്കുന്ന പോലെ. വായിച്ചേ അവൻ 3-ാം വാക്യം 3-ന്റെ 2 മുതൽ വായിക്കാം. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ഇരുന്നു കൊണ്ട് അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് ഇത് ക്രിസ്തുവിന്റെ സഭയെ കുറിച്ച് പറയുന്ന ഒരു പോസ്റ്റാണ്. ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. മലാക്കി ദിവസം 4-ാം അധ്യായത്തിലല്ലേ ഞാൻ നിക്ഷേപത്തെ ചേർക്കാൻ വരുന്ന ദിവസം. അപ്പോൾ നിക്ഷേപം ഭൂമിയിൽ ഇപ്പോൾ ഉണ്ട്, സഭ. അതിനെ കൊണ്ട് കർത്താവൊക്കെ പോവും. വായിക്കാം. അന്ന് 4-ാണ് 3-ന്റെ അവസാനത്തിനാണ് നിക്ഷേപത്തെ ചേർക്കാൻ. ഭൂമിയിൽ യേശുവിന്റെ നിക്ഷേപമുണ്ട്, മലാക്കിയുടെ പുസ്തകത്തിലുണ്ട്. അതിനെ ചേർക്കാൻ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ വാക്യം 3:17 മലാഖി 3:17 വായിക്കാം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ഉണ്ടാക്കുവാനിരിക്കുന്ന ദിവസത്തിൽ അവരെനിക്കൊരു നിക്ഷേപം. ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും സഭയ്ക്കും ഇസ്രായേലിനും ചേർത്താണ് പറയുന്നത്. യെശയ്യാ 34-ാം അധ്യായം നമ്മൾ കണ്ടു. നിങ്ങൾ അന്വേഷിച്ച് നോക്കിൽ അവിടെ എൻ്റെ വചനങ്ങൾക്കെല്ലാം ഇണയുണ്ട്. ഒന്ന് സഭ, ഒന്ന് ഇസ്രായേൽ. ഏത് വാക്യം എടുത്താലും
അതിൻ്റെ ആത്മീയ വശങ്ങൾ സഭയ്ക്കും, ഭൗമിക വശങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽ വ്യൂ. അതുകൊണ്ടാണ് ഇത് രണ്ടും നമുക്ക് ചേർത്ത് പ്രസംഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ സഭയെ ശുദ്ധീകരിച്ച് കർത്താവ് എന്ത് ചെയ്യും? തൻ്റെ നിക്ഷേപത്തെ ചേർക്കാൻ. വായിക്കാം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതെ ഇരിക്കില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയുമില്ല. യശയ്യാപ്രവചനം 34:16. ഇനി മലാക്കിയുടെ പുസ്തകം 3:17 വായിച്ച്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ഉണ്ടാക്കാനിരിക്കും ദിവസം, കർത്തരുടെ ദിവസം. അതാണ് കർത്താവിൻ്റെ ദിവസം. കള്ളനെ പോലെ വരും. അത് രണ്ട് അനുഭവത്തിലേക്ക് ചേർത്ത് പറയുന്നുണ്ട്. ഒന്ന് സഭയെ ചേർക്കുന്നതും, ഒന്ന് കർത്താവിൻ്റെ പരസ്യവരവിലും അത് കാണുന്നുണ്ട്. ഉണ്ടാക്കാനിരിക്കുന്ന ദിവസത്തിൽ വായിക്കാം. ഇത് വരും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. അതിൻ്റെ മേളിൽ 14 പറയുന്നത്, ആ നാളുകളിൽ അവസാന കാലത്തിൽ യഥാർത്ഥ വിശ്വാസി ആരാ, യഥാർത്ഥ പെന്തക്കോസ്തുകാരനാരാണ്, യഥാർത്ഥ വേലക്കാരനാരാണ്. ഇതാണ് നമ്മുടെ ഫെയ്ത്തോമുള്ള ഇപ്പോൾ യുദ്ധങ്ങളുള്ളത്. യഥാർത്ഥ വേലക്കാരെ വെളിപ്പെടുത്തണം, യഥാർത്ഥ വിശ്വാസികൾ വെളിപ്പെടുത്തണം. ആ വാക്യം വായിച്ച്. അപ്പോൾ 18 വാക്യം. 18. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിൽ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ ഉള്ള വ്യത്യാസം. ഇത് ഫെയ്ത്തോട് തെളിവ് കണ്ടില്ലേ? ചുമ്മാ വേളം ഉണ്ടാക്കുകയല്ലേ. എന്താ കാരണം? അവർ ഈ ബന്ധമൊന്നും അല്ല. അവരുടെ കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ അവർ ഈ തീവ്രവാദികളെ പോലെ പ്രശ്നം ഉണ്ടാക്കുന്നവരുമുണ്ട്. അവരറിയുന്നില്ല. അതാണ് സംഭവം. അപ്പോൾ അതിന് ശരിയായ നടത്തിപ്പ് വരുമ്പോഴാണ് ഈ വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ചു പോകും. എല്ലാവരും ഒന്നിച്ചു പോകും. വണ്ടിയിൽ ടിക്കറ്റ് എടുക്കാത്തവനും ടിക്കറ്റ് എടുത്തവനും ഒന്നിച്ചാണ് പോകുന്നത്, ഇല്ലയോ? ടിക്കറ്റ് എടുക്കാത്തവനെ കണ്ട ചിലപ്പോൾ അവൻ നല്ല തൂങ്ങിയിരിക്കും, ഉറങ്ങുന്നതിനെ പോലെ ഇരിക്കും. അപ്പോഴാണ് ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടർ വരുന്നത്, ഇല്ലയോ? ചെക്കിംഗ് ഇൻസ്പെക്ടർ വരുമ്പോഴാണ് കള്ളനാരാ. ഇതുപോലെയാണ് ചില സമയങ്ങളിൽ സഭയ്ക്ക് സന്ദർശനം ഉണ്ടാകും, വിശ്വാസ വീട്ടിൽ സന്ദർശനം ഉണ്ടാകും. അതുവരെ എല്ലാം ഒന്നിച്ചങ്ങ് പോവും. വേലക്കാരെല്ലാം ഒരുപോലെ വെള്ളം ചുറ്റിപ്പോവും. പക്ഷേ ശരിയായ നടത്തിപ്പ് വരുമ്പോൾ ഇവിടെ സേവിക്കുന്നവരാരാണ്? സേവിക്കുന്നവർ കംപ്ലൈൻ്റ് ഇല്ല. ശരിയായി സേവിക്കാത്തൊരു ഡിമാൻഡാണ്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കിട്ടിയാൽ ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാം, അല്ല ഞങ്ങളില്ല. ഇതാണ് വ്യത്യാസം വരുന്നത്. വായിച്ച്. സേവിക്കുന്നവനും അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഇത് തന്നെയാണ് ലോകത്ത് നടക്കാൻ പോകുന്നത്. യഥാർത്ഥമായിട്ട് ദൈവത്തെ പിൻപറ്റുന്ന സാമാന്യ വിശ്വാസികൾ എല്ലായിടത്തും ഉണ്ട്. അതിനെ വേർതിരിക്കണം. ഇപ്പം ക്രിസ്ത്യാനികൾ, ക്രിസ്തു മതമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പെന്തക്കോസ്തുകാരുണ്ട്, ക്രിസ്തുമതക്കാരിൽ തന്നെ നല്ലവരായ മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ വേർതിരിക്കണം. ബാക്കിയുള്ളവരെല്ലാം സംഭരിക്കപ്പെടും. ഇസ്ലാം മതത്തിലും നല്ല മനുഷ്യരുണ്ട്, ഭക്തന്മാരുണ്ട്. അവർ അള്ളാഹെന്ന് വിളിച്ചാലും പടച്ചോന്ന് വിളിച്ചാലും ഹൃദയം ദൈവത്തിൽ ഏകാഗ്രപ്പെടുത്തി ജീവിക്കുന്ന നല്ല ഇസ്ലാം ജനങ്ങളുണ്ട്. ആ മറ്റവരിൽ നിന്ന് ഇവരെ വേർതിരിക്കണം. യഹൂദയിൽ നിന്ന് അവിടെ 3 പോയി 3 ശേഷിക്കുക. അപ്പോൾ എല്ലാ ജാതികളെയും ഇളക്കുന്ന സമയമാണ്. ഹഗായിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വെളിപ്പെടണം. എല്ലാ ജാതികളിലും നല്ല മനുഷ്യരുണ്ട്, അവർ വെളിപ്പെടണം. വായിച്ച്. കണ്ടില്ലേ? ഞാൻ കടലിനെ, ആകാശത്തെ ഇളക്കും, കടലിനെ ഇരിക്കും. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് വാക്യം പറ. 2:6. ഹഗായി 2:6 വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും. ഇളകിക്കൊണ്ടിരിക്കുകയല്ലേ? ആകാശത്തിൽ ഇളക്കമുണ്ടാകും, പിന്നെ ഭൂമിയെയും ഇളക്കും, പിന്നെ കടലിനെയും കരയെയും ഇളക്കും. തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ എല്ലാ വിഭാഗത്തിലും ദുഷ്ടന്മാരെല്ലാം ഒതുങ്ങണം. മാനസാന്തരപ്പെടാത്തവനെല്ലാം നശിച്ചു പോകും. അല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് നമ്മൾ വേവലാതിപ്പെടണം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള യോഗയേ ഉള്ളൂ. നമ്മൾ ഇവർക്ക് വേണ്ടിയെല്ലാം എല്ലാ വിഭാഗത്തിലും, ഈ രാഷ്ട്രീയക്കാരിലെ കള്ളന്മാർ, കോൺഗ്രസിലെ കള്ളന്മാർ, കമ്മ്യൂണിസത്തിലെ കള്ളന്മാർ, അവിടെ നല്ല മനുഷ്യരുണ്ടല്ലോ. ബാക്കി എല്ലാ കള്ളന്മാരെയും ഇവന്മാർ തമ്മിൽ അടിച്ചോളും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ചത്തോളും. ഇപ്പം തന്നെ കണ്ടില്ലേ, നിയമസഭയിൽ കിടന്ന് വാജു അടിച്ച് വെള്ളം കിട്ടാതെ തൊണ്ട വരണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ന്യായവിധിയല്ലേ? ഇനി വരുന്നേ ഉള്ളൂ. ഇവൻ്റെയൊക്കെ ആയുസ് ഇങ്ങനെയൊക്കെ അവസാനിക്കത്തേ ഉള്ളൂ. ഈ കള്ളത്തിലും ദോഷം കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരും മതപുരോഹിതന്മാരും പാസ്റ്റർമാരും പ്രവാചകന്മാരും എല്ലാത്തിനും ന്യായവിധി വരണം. ബാക്കിയുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എടുക്കാനും സമയമല്ല. ഇനിയിപ്പോൾ പതുക്കെ എടുക്കാം. സകലരെയും ശുദ്ധീകരിക്കും. ഞാൻ ഹഗായി 2:6 വാക്യം. ഹഗായി പ്രവചനം 2:6. അത് എബ്രായ ലേഖനത്തിൽ എഴുതി പറഞ്ഞിട്ടുണ്ട്. വായിച്ചു. ഹഗായി വായിച്ചു. ഞാൻ
ആകാശത്തെയും ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. പിന്നെ ഞാൻ സകല ജാതികളെയും ഇളക്കും. ക്രിസ്ത്യാനികൾ ഇളകും, പെന്തിക്കോസ്കാരിളകും. പിന്നെ ഒന്നും വേണ്ടല്ലോ, ഒരു 3-4 വർഷമായിട്ട് 2 വർഷത്തിന് മുമ്പൊക്കെ കുമ്പളി പെയ്ത്തോലിൽ ഇളക്കം ഉണ്ടായില്ലേ, ഇല്ലയോ? സഭയിൽ ഇളക്കം ഉണ്ടായില്ലേ? അതിനും പറഞ്ഞല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും ഇളകും. ഇളകിയിട്ട് എന്ത് ചെയ്യണം? സകല ജാതികളെ ഇളക്കും. വായിക്കാം. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഇത് പണ്ടൊന്ന് പരിശുദ്ധാത്മാവിൽ ഇളക്കി. പരിശുദ്ധാത്മാവിൽ മുഴു ജനത്തെ ഇളക്കിക്കൊണ്ടാണ് പെന്തിക്കോസ്ത് സഭയുണ്ടായത്. ഇനി രണ്ടാമത് ഭൂമിയെ ഇതുപോലെ വാർഷികമായിട്ട് ഇളക്കും. അതാണ് 3-4 ലോകമഹായുദ്ധം. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3-4 ലോകമഹായുദ്ധം. ഇതോടുകൂടി ഒന്മാർ എല്ലാം നശിക്കും. നാറാണത്ത് പ്രാന്തന്മാർ ഉള്ള കാശൊക്കെ യുദ്ധഭരണം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കൊല്ലുക. എന്തൊരു ആത്മാവ് നോക്കിയത്! പരിഷ്കാരമാണ്, നവോത്ഥാനമാണ്. പിന്നെ അല്ലെങ്കിൽ വിദ്യാസമ്പന്നരാണ്, ചെയ്യുന്ന പണി തന്നെ. നാറാണത്ത് പ്രാന്തം ചെയ്ത പോലെ കല്ല് മേലിട്ടുണ്ട് ഉരുട്ടി എന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഇസ്രായേൽ കൊന്നും, ഞങ്ങൾ അവരെ കൊന്നു. ഉടനെ ഹമാസ് പറഞ്ഞ് ഞങ്ങൾ അവനെ കൊന്നു. എന്നാ വൈരാഗ്യം! ഇത് കേൾക്കാനായിട്ടാണ് റേഡിയോ തുറന്ന് വെച്ചിരിക്കുകയാണ്, TV തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പിശാചുകളെല്ലാം ഹോ 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 ഞങ്ങൾ ഇസ്രായേലിൻ്റെ പക്ഷം, ഞങ്ങൾ ഹമാസിൻ്റെ പക്ഷം. നീ ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിന്ന് അവർക്കൂടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ നോക്ക്. സകലത്തെ ഇളക്കും. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഇളക്കമില്ലാത്ത രാജ്യം. ഓൾ ദ കിങ്ഡം ഷാൽ ബി ഷേക്കൻ എക്സെപ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഭൂമി വരാൻ പോവുക. വായിച്ച്. ഇളക്കമില്ലാത്തതിന്, എബ്രായ ലേഖനത്തിൽ ഇളക്കമില്ലാത്തതിന് സ്ഥാപിക്കേണ്ടതിന് 12:26 വായിക്കാം. എബ്രായർ 12 അവൻ്റെ ശബ്ദം ഉറക്കമായിട്ട് അന്ന് ഭൂമി ഇളക്കി. ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന്. എന്തിനാ? വായിക്കാം. ഇളക്കമില്ലാത്തത് നിലനിൽക്കണം. എന്താണ് ഇളക്കമില്ലാത്തത്? ആമേൻ കർത്താവേ, വേഗം വരണമേ. എപ്പോൾ വരും? സക്കറിയാപുരവനും 14-ാം അധ്യായത്തിൻ്റെ എല്ലാ അവസാനത്തിൽ യേശുവും തൻ്റെ വിശുദ്ധന്മാരുമായി ഒരു മലയിൽ വരും. വായിച്ചു 14:2 മുതൽ. സക്കറിയാപുരവനും 14:2. അന്നാളിൽ അവൻ്റെ കാൽ. നോക്കണം, സകല ജാതികളെ ഇളക്കുമെന്ന് പറഞ്ഞതിൻ്റെ മറുഭാഗം. ഞാൻ സകല ജാതികളെയും യെരുശലേമിനെ യുദ്ധത്തിനായി കൂട്ടിവരുത്തും. പിന്നെ നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയടിക്കുകയും. ഇത് നടക്കല്ലേ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇനി കുറയാൻ പോകുന്നില്ല. ഇനി അത് കൂടും, എല്ലായിടത്തും വ്യാപിക്കും. ഇതൊരു ആത്മാവായിട്ട് വ്യാപിക്കും. അങ്ങനെ വ്യാപിച്ചുകൊണ്ട് മുഴുവൻ ലോകത്തും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടും. ഇന്നലെ ഒരുത്തി പറഞ്ഞില്ലേ, ഒരു ക്രിസ്ത്യാനിയാണ് പറഞ്ഞത്, ഏതായാലും എന്നാൽ പിന്നെ ഒരു തീവ്രവാദി തട്ടിയിട്ട് ഞാൻ ചാവത്തുള്ളൂ. സോഷ്യൽ മീഡിയ കണ്ടതാണ്. ഇസ്രായേലിൽ നിന്ന് ന്യൂസ് പറയുന്ന ഒരു സൗകര്യം പറയാം, എൻ്റെ കയ്യിൽ ഒരെണ്ണം, ഏതായാലും അമ്മമാർ കൊല്ലാൻ വന്നാൽ അതിനു മുമ്പ് ഒരുത്തന് തീർത്തിട്ടേ ഞാൻ മരിക്കത്തുള്ളൂ. കണ്ടുകിട്ടുന്നതിനെല്ലാം കുത്തിക്കൊല്ലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് കർത്താവിൽ മറഞ്ഞ് ജീവിച്ചോണം. രക്തസാക്ഷിയായാലും സന്തോഷം, ഒരു കുഴപ്പമില്ല. നമ്മുടെ ആത്മാവിന് ദോഷം നമ്മുടെ നിലനിൽക്കുന്ന നഗരമല്ല. വീണ്ടും വായിച്ചപ്പോൾ അന്നാളിൽ ഈ സകല, അതിൻ്റെ മേളത്ത് വാക്കിട്ട് ചോദിച്ചു, അന്നാളിൽ ഞാൻ സകല ജാതികളെയും. വായിച്ചതിൻ്റെ മേളിൽ ഞാൻ സകല ജാതികളെ ഇളക്കുമെന്ന് പറഞ്ഞതുപോലെ സകല ജാതികളെ യെരുശലേമിന് നേരെ, ഇനി യെരുശലേമിന് നേരെ വരാൻ പോവുകയാണ്. ഇവർ ഇസ്രായേൽ ഹമാസിന് നേരെ അല്ലെങ്കിൽ പാലസ്തീനിൽ പോയതുപോലെ സകല രാജ്യങ്ങളും കൂടെ ചേർന്ന് അതേതൊക്കെ രാജ്യമാണെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. യെരുശലേമിന് നേരെ വരാൻ പോവുകയാണ്. യെരുശലേം കുഴുകിപ്പോവും, നിലവിളിക്കും, രക്ഷയില്ലാതെ നിലവിളിക്കും. അപ്പോഴാണ് കുത്തിയമുകിലേക്ക് നോക്കി രക്ഷപ്പെടുന്നത്. അന്നാളിൽ വായിക്കാം. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല ഇപ്പോൾ 2ആയി പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര ഗവേഷണത്തിൽ ഒലിവുമല 2 സൈഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, വാഴ്ത്തപ്പെട്ട കർത്താവും തൻ്റെ വിശുദ്ധന്മാരുമായി വരുന്ന സമയത്തിൽ ഒലിവുമലയിൽ വലിയൊരു ഹൈവേ ഉണ്ടാകും. ഇന്ന് മോദിയൊക്കെ ഉണ്ടാക്കുന്ന ഹൈവേ പോലെ, ചൈന ഉണ്ടാക്കുന്ന പോലെ തൻ്റെ ജനങ്ങൾക്ക് ഇറങ്ങി വരാൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന രാജ്യം 1000 വർഷ ഭരണം. നോക്കണം, 1000 വർഷ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ്
ഇതെല്ലാം ഇളക്കും. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലും പറയുന്നുണ്ട്, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് ഇളകാത്ത രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. അതാണ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. അതെങ്ങനെയായിരിക്കും? യെശയ്യാപ്രവചനം 11:9 വായിച്ചേ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ, ഭൂമി യഹോവയുടെ പരിജ്ഞാനം. അപ്പം എന്താ കുഴപ്പം? പരിജ്ഞാനമില്ലായെങ്കിൽ ഈ ജനം, ഇസ്ലാമിക തീവ്രവാദികൾക്ക് പരിജ്ഞാനമില്ല, ക്രിസ്തുമത തീവ്രവാദികൾക്ക് പരിജ്ഞാനമില്ല, യഹൂദ തീവ്രവാദികൾക്ക് പരിജ്ഞാനമില്ലായെങ്കിൽ ഈ ജനം, പെന്തക്കോസ്തുകാരിലും പരിജ്ഞാനമില്ലായെങ്കിൽ ഇവർ നശിച്ചു പോകും. പരിജ്ഞാനം, അതാണ് ക്രിസ്തു, നോളജ് ഓഫ് ദി ക്രൈസ്റ്റ്. ആ അറിവ് വരുമ്പോൾ ആർക്കും ഒരു ദോഷവും ചെയ്തു. നോക്കണം, എന്താ വായിച്ചേ? വീണ്ടും വായിച്ചേ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ആയിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് നോക്കണം, എങ്ങും ഒരു ദോഷമോ നാശമോ. അത് ആ പരിജ്ഞാനമുള്ള മനുഷ്യർ ആർക്കും ഒരു ദോഷം ചെയ്യും. നന്മ ചെയ്യാൻ മാത്രമേ അവർ നോക്കത്തുള്ളൂ. ഇന്ന് എഴുന്നേറ്റ ഉടനെ അവർ ഒരു നന്മ ചെയ്യണം ആർക്കെങ്കിലും. അതാണ് പരിജ്ഞാനമുള്ള ജനങ്ങൾ. ഇതാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സമ്പാദിച്ച് കൂട്ടിയിട്ടും കാര്യമില്ല, പരിജ്ഞാനം പ്രാപിച്ചോണം. എന്തും വില കൊടുത്ത് ദൈവസന്നിധിയിൽ പരിജ്ഞാനം പ്രാപിച്ചും ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ കഴിയും. ആ അണ്ടർസ്റ്റാൻഡിങ് സ്പിരിറ്റ് ഉണ്ടാകും. അതാണ് 1000 വർഷ ഭരണം. 7ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ, വായിച്ചേ, വെളിപ്പാട് ദിവസം 11:15 വാക്യം. അവൻ്റെ ഒലിവ് മലയിൽ അവൻ്റെ കാൽ വരുമ്പോൾ ചില സംഭവം ഉണ്ടാകും, അത് പിന്നീട് ചിന്തിക്കാം. വായിച്ചേ. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിന്. വെളിപ്പാട് ദിവസം 11 അതിൻ്റെ അകത്ത് എന്തെല്ലാം സംഭവിക്കണമെന്നറിയാം. ഇപ്പോൾ ഈ ഹമാസ്, ഈ പാലസ്തീൻ യുദ്ധം മുതൽ ഈ 7ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാമോ? ഒരാഴ്ച ഒക്കെ ഇരുന്നാലോ? ഞാൻ പറഞ്ഞു തരാം. കരിങ്ങാലി വെള്ളം തരാം, ബ്രെഡും തരാം. ഇരിക്കാമോ? ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, വെളിപ്പാടുമുണ്ട്. ഇരിക്കാമെന്നാണ് പറയുന്നത്. എന്നാലും ഈ ആഴ്ചയ്ക്ക് പോകണം, നമുക്ക് ക്യാമ്പുള്ളതുകൊണ്ടല്ലേ, ക്യാമ്പുള്ളതുകൊണ്ടെങ്കിൽ നിർത്താം. എന്നാലും ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സുറകൾ തെളിയും. നമുക്ക് പിന്നീട് ഈ രാജ്യത്തിന് ഒരുങ്ങാം. വായിച്ചേ. 7ാമത്തെ ദൂതൻ 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും. അതെ, യേശു ലോകത്തിൽ വാഴാൻ പോവുകയാണ്. ക്രിസ്തുവിൻ്റെ രാജ്യം. 7ാമത്തെ ദൂതൻ ഊതുന്നതിന് മുമ്പ് 6 പിന്നെ കിടക്കുക. അതിനുമുമ്പ് പിന്നെ സംഭവമുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ 7ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. പിന്നെ അവൻ എന്നേക്കും വാഴുമെന്ന്. വാഴും. അതുകൊണ്ട് ഇളകാത്ത രാജ്യം ഭൂമിയെ സ്ഥാപിക്കുന്നതിന് മുമ്പ് യുവന്മാരുണ്ടാക്കി വെപ്പേഴ്സിനെ അടിച്ചു തല്ലി തകരും. എല്ലാത്തിനും തലമുട്ടിക്കിട്ട് യുവന്മാർ തന്നെ ചാകും. ഈ ദുഷ്ടന്മാരെല്ലാം ചാകും. ഈ പരിചാരമില്ലാത്തവരെല്ലാം പോയി ചാകും. മതത്തിന് വേണ്ടി കുസ്തി പിടിച്ചവൻ, പിന്നെ ക്രിസ്തു മതത്തിന് വേണ്ടി കുസ്തി പിടിച്ചവന്മാർ, നബിക്ക് വേണ്ടി കുസ്തി പിടിക്കുന്നവന്മാർ, പിന്നെ ഇന്ത്യൻ മതത്തിന് വേണ്ടി കുസ്തി പിടിക്കുന്നവന്മാർ, യഹൂദമതം എല്ലാം അടിച്ചേലി തകരാൻ പോവുകയാണ്. എന്നാൽ അവസാനത്തിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പിൻപറ്റി നല്ല മനുഷ്യർ എല്ലാ വിഭാഗത്തിൽ നിന്നും ദൈവം വേർതിരിച്ചവരെ ഈ 1000 വർഷ ഭരണത്തിലേക്ക് വരും. അതാണ് വെളിപ്പാട് ദിവസം 20-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു. 20 വെളിപ്പാട് 20:4 വായിച്ചു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്രയെ കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. അത് ഈ ഭൂമിയിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം 1000 വർഷ ഭരണത്തേക്ക് വേണ്ടിയാണ് ഈ ഭരണകർത്താക്കന്മാരെല്ലാം ധൃതി വെച്ച് ഹൈവേയും നാഷണലൊക്കെ ഉണ്ടാക്കി മനോഹരമാക്കുകയാണ്. ഒരുപാട് യുവന്മാർക്ക് അനുഭവിക്കാൻ ഒക്കുമോ? അതുമില്ല. യുവന്മാരെ കൊണ്ട് ഇതെല്ലാം ഒരുക്കിയെടുത്തതിന് ശേഷം പാവപ്പെട്ട മനുഷ്യർ, നമ്മൾ വായിക്കുന്നുണ്ട്, യെരുശലേമിൽ നെബൂഖദ്നേസർ രാജാവ് ആക്രമിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? എളിയ ജനത്തെ ഇട്ടിട്ട് പോയതാണ്. പരാക്രമശാലികളെയും യുദ്ധപുരുഷന്മാരെയും പെലിസ്ത്യരെല്ലാം പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ എളിയ ജനത്തെ അവിടെ അവശേഷിപ്പിച്ചു. അന്ന് വായിച്ച വാക്യം, എളിയ ജനങ്ങൾ അവിടെ അവശേഷിച്ചു. വായിക്കാം. യിരെമ്യാ പ്രവചനം 29:16, 39:10 എടുത്തേ. യിരെമ്യാ പ്രവചനം 29:16, 39:10. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെ കുറിച്ചും ഈ നഗരത്തിൽ പാർക്കുന്ന സകല ജനത്തെക്കുറിച്ചും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് വരാത്ത നിങ്ങളുടെ സഹോദരന്മാരെ കുറിച്ചും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. പ്രവാസത്തിൽ പോകാത്തൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അതാരാ?
എളിയ ജനം. 39:10 വായിച്ച്. ജനത്തിൽ ഒന്നുമല്ലാത്ത എളിയവരെ അകമ്പടി പ്രിയത ഇത് ആർക്ക് കൊടുക്കാൻ പോവാ? ഈ യുദ്ധവീരന്മാരെയും ഭരണകർത്താക്കന്മാരും രാഷ്ട്രീയത്തലവന്മാരെല്ലാം സമ്പാദിച്ച് കോടികൾ കൂട്ടുക, എല്ലാം വെള്ളത്തിലാകാൻ പോവുകയാണ്. പകരം എല്ലാ ജാതി മതസ്ഥരിലും, യഹൂദരിലും, ജാതികളിലും, ക്രിസ്തുമതത്തിലും, പിന്നെ മറ്റു മതങ്ങളിലെ എളിയ ജനങ്ങളുണ്ട്. ഇതിനൊന്നും പോകാതെ ദൈവത്തെ വിളിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്ന എളിയ ജനം. വായിച്ചേ. ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അകമ്പടി നായകനായ നെബൂസർ അദാൻ യഹൂദാദേശത്ത് പാർപ്പിച്ചു. നോക്കണം, വീരന്മാരെ ശൂരന്മാരെല്ലാം അടിച്ചു തല്ലി വാളിനിരയായി ബുദ്ധിശാലികളെ ബാബേലിൽ കൊണ്ടുപോയി ഫെലിസ്ത്യരെ മുഴുവനും, ഫെലിസ്ത്യരെ എല്ലാം അടിച്ച് തകർത്തു കളഞ്ഞു ഈ നെബൂഖദ്നേസർ. ബാക്കി ആരെ വിട്ടു? എളിയ ജനം. ഒന്നുകൂടെ വായിച്ച വാക്യം. ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അകമ്പടി നായകനായ നെബൂസർ അദാൻ യഹൂദാദേശത്ത് യഹൂദാദേശത്ത് പാർപ്പിച്ചു. പിന്നെ അവർക്ക് അന്ന് മുന്തിരിത്തോട്ടം നിലങ്ങളും കൊടുത്തു. ഈ ലോകം പാവപ്പെട്ടവർ അനുഭവിക്കാൻ പോവുകയാണ്. അതല്ലേ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞേ, ഇല്ലയോ? കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ മുതലാളിമാരായി നശിക്കാൻ പോകുമ്പോൾ എല്ലാ ജനതയിൽ നിന്നും ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. എളിയ ജനങ്ങൾ, സാധുക്കളായ മനുഷ്യർ, യുദ്ധത്തിനും പോകാതെ, ജാതിയില്ല, മതമില്ല, തമ്മിൽ സ്നേഹിച്ചും സഹായിച്ചും പോകുന്നവരുണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ. ആ എളിയ ജനങ്ങളെ ഈ ഭൂമിയിൽ പാർപ്പിക്കും. കർത്താവും തൻ്റെ സഭയായിട്ട് വരും. അന്ന് ശേഷിക്കുന്ന ജനങ്ങൾ, ഈ എളിയ ജനങ്ങൾ, യെശയ്യാ 65 വായിക്കുന്നുണ്ട്, യെശയ്യാ 11 വായിക്കുന്നുണ്ട്. വായിക്കേണ്ട. അവർ കല്യാണമൊക്കെ കഴിച്ച് 1000 വർഷം, അന്ന് 1000 വർഷ ഭരണം തുടങ്ങുന്ന ദിവസം ഒരു കൊച്ചി അടിച്ചാൽ അതിന് 1000 സംവത്സരം ജീവിക്കാൻ കഴിയും. പക്ഷേ ഇന്ന് വരെയും 1000 വർഷം ജീവിച്ചവരാരുമില്ല. ആദാമിന് 930, വേറൊരാൾ 946, 1000 തികച്ചിട്ടില്ല. പക്ഷേ സഹസ്രാബ്ദ വാഴ്ചയിൽ ഈ ഭൂമിയിലുള്ളവർക്കെല്ലാം 1000 വർഷം ജീവിക്കാം, ഒരു കുഴപ്പമില്ല. അന്ന് മരണമുണ്ട്. മരിക്കണമെങ്കിൽ 100 വയസ്സ് കഴിഞ്ഞേ മരിക്കത്തുള്ളൂ. ഇന്നത്തെ 10 വയസ്സ് പോലെ അന്ന് 100 വയസ്സ് കഴിഞ്ഞെങ്കിലേ മരിക്കത്തുള്ളൂ. ഈ ഭരണത്തിൽ നിങ്ങളും ഞാനും പങ്കെടുക്കണമെങ്കിൽ നമ്മൾ എളിയവരായി തീരുക. അതുകൊണ്ടാണ് എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എളിയവരായ നിങ്ങൾക്ക് ഭാഗ്യവാൻ, നിങ്ങൾ സ്വർഗരാജ്യം, അല്ലേ? സൗമ്യതയുള്ളവർ അവർ അവകാശമാക്കും. യേശു പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് പ്രിയരെ. ഇനിയുണ്ട് ഒരു 10 ദിവസം നിങ്ങൾ ഇവിടെ ഇരിക്കാമെങ്കിൽ ഞാനിത് പറയാം. ഓരോ ദിവസം വന്നാൽ മതി, ഇത് പറഞ്ഞ് കേൾപ്പിക്കാം. കേട്ടോ മക്കളെ, കുറച്ചൊക്കെ സമ്പാദിക്കാൻ പോയാൽ മതി. നിങ്ങൾ സമ്പാദിച്ച് വല്ലവരും കൊണ്ടുപോകും. ഹൈവേ ഒക്കെ ഉണ്ടാക്കി വിടിടും. പിന്നെ ഇതെല്ലാം അനുഭവിക്കാൻ പാവപ്പെട്ട മനുഷ്യർ കേൾപ്പിച്ചിട്ട് ബാക്കി എല്ലാവരെയും നശിക്കണം, നശിച്ച് തകരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് മുസ്ലിങ്ങളിലും പോകും, ക്രിസ്തുമതത്തിലും പോകും, യഹൂദനിലും പോകും, ഹിന്ദു രാഷ്ട്രത്തിലും പോകും. ഇവിടെ കിടന്ന് അടിയുണ്ടാക്കിയവരെല്ലാം നശിച്ചു പോകുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ ഈ ലോകത്തെ അവകാശമാക്കാൻ പോയി. എളിയവർ ഈ ലോകത്തെ വാഴും. നമുക്ക് കണ്ണടയ്ക്കാം, ഒരു നിമിഷം മുട്ടുമേരിക്കുക. ദൈവമേ, ഞങ്ങളെ എളിയവരാക്കണമേ, സാധുക്കളാക്കണമേ. എളിയവർ മേയുമെന്നാണ്. അരിഷ്ടന്മാർ അതിനെ അവകാശമാക്കും. ഹല്ലേലൂയാ. ഓ ലോകരാജ്യം അസ്തമിക്കാറാ, സ്വർലോകരാജ്യം വേഗമിതാ ആഗമിക്കാറാ, ലോകരാജ്യം അസ്തമിക്കാറാ, സ്വർലോകരാജ്യം വേഗമിതാ ആഗമിക്കാറാ. പാപമില്ല പരിശുദ്ധർ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധർ നന്നു തന്റെ പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തു വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമി വേദാമുണർന്നു വേല ചെയ്യുവേ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ വേദാമുണർന്നു രക്ഷകൻ വേല ചെയ്യുവേ. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ, എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകൻ പുത്രത്വത്തിനാത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമി വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ വേഗമുണർന്നു രക്ഷകന്റെ വേല
അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ടു. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ടു. കാത്തു കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടുക, കാത്തു കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടു. പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോകാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണയുള്ളൂ. നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാ. അല്പകാലം മാത്രമേയുള്ളൂ. നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാ. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര രക്ഷകന്റെ, എത്ര നാൾ ലഭിച്ചിടും അത്ര നാള് രക്ഷകന്റെ പുത്രത്വ ആത്മാവാലെ ശക്തിയായി തന്നേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഒരിക്കൽ കൂടി താഴ്ത്തുന്നു ദൈവമേ. ഈ ലോക സംഭവങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു മൂലം ഞങ്ങൾക്ക് തന്ന ഈ അത്ഭുതമായ രക്ഷയ്ക്കായി സ്തോത്രം. കർത്താവേ, അവിടുന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ലോകരക്ഷിതാവായി ഭൂമിയിൽ വന്ന് കർത്താവേ കഷ്ടമനുഭവിച്ച് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തുന്നേറ്റു. സകല ജാതികളുടെ രക്ഷകരമായ ആ മോശപിച്ചുള്ള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ നാമമില്ലെന്നുള്ള സത്യം ഈ ഏഴയായി എനിക്കും കർത്താവേ ഏറ്റുകൊള്ളുവാൻ കൃപ ഒന്നിനായി സ്തോത്രം. ഈ ഇരിക്കുന്ന എല്ലാവർക്കും അത് സാധിച്ചതിനായി സ്തോത്രം. ശേഷിക്കുന്ന സമയം ഞങ്ങൾ എളിയ ജനങ്ങളായി, സാധുക്കളായി, വിനയമുള്ളവരായി, വിശ്വസ്തരായി, വിശുദ്ധരായി കാണപ്പെട്ടോ അങ്ങയുടെ വരവിൽ കാണപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ലോകം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ലോകം നശിക്കുവാൻ പോകുന്നു കർത്താവേ. എന്നാൽ ഇവിടെ തന്നെ ഒരു കൂട്ടരെ അവശേഷിപ്പിച്ച് 1000 വർഷം യേശു ക്രിസ്തുവും തൻ്റെ വിശുദ്ധന്മാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട എളിയ ജനങ്ങളുമായി ഭൂമിയിൽ വാഴാൻ പോകുന്ന സമയം ആസന്നമായിരിക്കുന്നതിനാൽ സ്തോത്രം. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. ഓരോ ദിവസവും തലകളെ ഉയർത്തി ഭയത്തോടെ, നടുക്കത്തോടെ, നിലവിളിയോടെ, കണ്ണീരോടെ, പക്ഷപാതത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനവമോഹത്തോടത്തേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നമ്മോട് സകലവിശുദ്ധന്മാരുടെ കർത്താവിൻ്റെ പരിവരെയും എന്നേക്കിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.